അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങളെ ഞാൻ വായിക്കുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായി പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത് പിതാവിനെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. 11-ാമത് വാക്യം ഒന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കോറിയിടുകയാണ്. അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം, ക്രിസ്തുയേശുവിൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം നാം ബലപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന മുഴുവനുമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. ഈ വേദഭാഗത്തും മറഞ്ഞിരിക്കുന്ന ചില ആത്മീക ചിന്തകളെ ദൈവാത്മാവ് ക്രിസ്തു കേന്ദ്രീകൃതമായി, ക്രിസ്തു വിജ്ഞാനാധിഷ്ഠിതമായി നമ്മിലേക്ക് പകർന്നു തരുന്നതിലൂടെ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആത്മീകതയുടെ നെറുകയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ കർത്താവ് കൃപ തരട്ടെ. അത് വിശദീകരിച്ച് കേൾക്കാൻ താല്പര്യമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. അനുഗ്രഹീതമായ ആത്മീയ സമ്മേളനങ്ങളുടെ സന്ദേശ പരമ്പരകളുടെ 3-ാമത് രാത്രിയിൽ നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ക്രിസ്തുയേശുവിൻ്റെ ധന്യവും സനാതനവും ശ്രേഷ്ഠവും ഉദാത്തവും ഉന്നതവുമായ വചനത്തിൻ്റെ പ്രഘോഷകനാകാൻ എനിക്ക് അവസരം നൽകിത്തന്ന സർവകൃപാലുവും പരമകാരുണികനുമായ കർത്താവിൻ്റെ പദാരബന്ധങ്ങളിൽ സകല മഹത്വവും മാനവും സ്തുതിയും പുകഴ്ചയും ആരാധനയും സ്തോത്രവും ആദരവോടെ സർവാദരവോടെ ഞാൻ അർപ്പണം ചെയ്യുകയാണ്. ഞങ്ങളിവിടെ ഉയർത്തുന്ന പാട്ടുകളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ, രാഗതാളമേള സ്വരലയങ്ങളിലൂടെ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പാടിക്കേൾപ്പിക്കുന്ന ഏക കർത്താവും ഏകദൈവവും ഏകരക്ഷകനുമായ ക്രിസ്തു, അതുപോലെ തന്നെ ബൗദ്ധികവും സൈദ്ധാന്തികവുമായ ആലോചനകളിലൂടെ ഞങ്ങൾ പകർത്തി വ്യക്തമാക്കുന്ന ക്രിസ്തു, ഏകസത്യതയുമായ ക്രിസ്തു എല്ലാവർക്കും ഉള്ളതാണ്, ആർക്കും നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. ഓപ്ഷൻ വേറെ ഇല്ലാത്ത വിധം മുക്തിക്കും മോക്ഷത്തിനും സായുജ്യത്തിനും ശാന്തിക്കും സമാധാനത്തിനും വിടുതലിനും വീണ്ടെടുപ്പിനും ഏകമാർഗം ക്രിസ്തുവാണെന്നുള്ളത് ഇതുപോലെ ഒരുക്കപ്പെട്ട ഏതിടങ്ങളിലും അവസരം കിട്ടിയാൽ നിന്ന് പറയാൻ, പാടാൻ ഞങ്ങൾ സമർപ്പിതരും. അതിൻ്റെ സാമർഥ്യം ജനിതകമായിട്ടുള്ളതല്ല, കർത്താവ് പകരുന്ന ആത്മശക്തിയുടെ സാമർഥ്യമാണ്. അത് നാളിതുവരെ ചെയ്തു വരികയാണ്. പ്രാവച്ചമ്പലത്തോ ബാലരാമപുരത്തോ നെയ്യാറ്റിൻകരയിലോ തിരുവനന്തപുരം സിറ്റിയിൽ എവിടെങ്കിലുമോ ആരെങ്കിലും നിങ്ങൾക്കൊരു ഹോട്ടൽ പരിചയപ്പെടുത്തിയിട്ട് അവിടെ കയറി കഴിക്കണം കേട്ടോ, നല്ല ഫുഡാ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ എത്തി തിരഞ്ഞു പിടിച്ച പേര് കണ്ടുപിടിച്ച് അവിടെ എത്തി ഓർഡർ കൊടുക്കുന്നു മെനു കാർഡ് അനുസരിച്ച്. പക്ഷെ കൊണ്ടുവന്ന ഭക്ഷണം നമ്മളെ പരിചയപ്പെടുത്തിയ ആൾ വാദവരാതെ പറഞ്ഞതിന് അത്രയും ടേസ്റ്റൊന്നുമില്ലെങ്കിൽ വലിയ പരാതിയൊന്നും പെട്ടിട്ട് കാര്യമില്ല. വേറെ നല്ല ഹോട്ടൽ അപ്പുറത്തുണ്ട്, 1-2 ഓപ്ഷൻ ഇഷ്ടം പോലെയുണ്ട്. നാത്തൂനോ അളിയനോ മച്ചാനോ മച്ചമ്പിയോ ഒക്കെ പരിചയപ്പെടുത്തിയ ഒരു വസ്ത്രാലയത്തിൽ കയറി നിങ്ങൾ ഒരു ജോഡി തുണി വാങ്ങിച്ചു, ഉപയോഗിച്ചൊന്ന് കഴുകിക്കഴിഞ്ഞപ്പം നിറം മങ്ങിപ്പോവുകയോ ചുരുങ്ങിപ്പോവുകയോ ചെയ്താൽ വലുതായിട്ട് പരാതിപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. വേറെ ഒരു വസ്ത്രാലയം നമുക്കിഷ്ടം പോലെയുണ്ട് ഇവിടെ, പേര് കേട്ടത് എത്രയെണ്ണം. കുഞ്ഞ് പഠിച്ച സ്കൂളിൽ കുഞ്ഞിൻ്റെ പഠന നിലവാരം ഒന്ന് നോക്കിയിട്ട് അത്ര കണ്ട് മെച്ചമല്ല, മോശമാണെന്ന് താങ്കൾക്ക് ബോധ്യമായാൽ വേറെ സ്കൂളുണ്ട് ഇവിടെ ഇഷ്ടം പോലെ. നല്ല നിലവാരമുള്ള, ഉത്തരവാദിത്വമുള്ള, വിജയശതമാനം ഏറെയുള്ള സ്കൂളുകൾ വേറെയുണ്ട്. ഒരു ഷോപ്പിംഗ് മാളിൽ ചെന്ന് കുറേ പർച്ചേസ് ചെയ്തു, വില കൂടിപ്പോയി, വാങ്ങിച്ചതൊന്നും അത്ര കണ്ട് മെച്ചമായില്ലെന്ന് തോന്നിയാൽ ഷോപ്പിംഗ് മാളുകൾ വേറെ പിന്നെയും ഉണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാവുന്നുണ്ടോ?
ഏതെടുത്ത് ചെന്നിട്ടും നമുക്ക് തൃപ്തികരമായതില്ല എങ്കിൽ അടുത്ത ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. പക്ഷേ പാപമോചനത്തിന് വേറെ ഓപ്ഷൻ ഇല്ല, യേശുവല്ലാതെ. രക്ഷപ്പെടുവാൻ, പൈശാചിക ബാധയിൽ നിന്ന് പുറത്തു വരുവാൻ, പിശാച് ആസൂത്രണം ചെയ്തിട്ടുള്ള പലവിധത്തിലുള്ളതായിരിക്കുന്ന കൂച്ചുവിലങ്ങുകളുടെ കെട്ടഴിച്ച് പുറത്തു വരുവാൻ, ഇനി ഒരു കുന്ന് കയറി മലയിറങ്ങി പുഴ താണ്ടി കടൽ നീന്തി ദേഹം മുറിച്ച് രക്താർപ്പണവും വായിൽ നിന്ന് സ്തോത്രാർപ്പണവും പോക്കറ്റിൽ നിന്ന് ധനാർപ്പണവും നടത്തി സമയം കളയേണ്ടതില്ല. ഒരൊറ്റ ഓപ്ഷൻ ഞങ്ങൾ വിളിച്ചു പറയുന്നു, അതാണ് നസറേനായ ക്രിസ്തുയേശു. അത് പറഞ്ഞ മുട്ടുകാല് തല്ലി ഒടിക്കും, തല തല്ലിക്കയറും എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് വീട്ടിനകത്ത് കയറി ഒളിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. കാരണം ഈ തലയൊക്കെ എന്നെ അതിന് സമർപ്പിച്ച് കൊടുത്തതാണ്. തിരിച്ച് വീട്ടിൽ ചെന്ന് അത്താഴം കഴിക്കാമെന്നൊന്നും ഗ്യാരണ്ടി ഒന്നും കൊടുത്തിട്ടല്ല പോകുന്നത്. ഇവിടെ പിടഞ്ഞു വീണ് തീർന്നാൽ ഇതിൻ്റെ തൊട്ടുമുകളിൽ വീടാണ്, അങ്ങോട്ടങ്ങ് കയറുകയാണ്. ആ സമർപ്പണമാണ് ഞങ്ങൾക്ക് പാട്ടുകാർക്കും പ്രഭാഷകർക്കും ഒക്കെ ഉള്ളത്. അതുകൊണ്ടൊരു പ്രത്യേക ജാതി മത വിഭാഗത്തിന് വേണ്ടിയല്ല ഈ യോഗം, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. കാരണം ഓപ്ഷൻ വേറെ ഇല്ല, ഒന്നേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. ഇനി പരീക്ഷിച്ച് കളയാൻ ജീവിതത്തിൽ സമയം ബാക്കിയില്ല. ലാഭമായി കിട്ടിയ ഈ സമയം മുഴുവനും മുതലാക്കിക്കൊണ്ട് ക്രിസ്തുവിനോട് അണയാൻ, ക്രിസ്തു കേന്ദ്രീകൃതമായ ആത്മീക ജീവിതത്തിന് തുടക്കമാകാൻ നാട്ടുകാരായി നിങ്ങളെ മുഴുവനും ഞങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ രാത്രിയിൽ തുടർന്ന് സംഘാടകർ അനുവദിച്ചിരിക്കുന്ന നേരമത്രയും ദൈവത്തിൻ്റെ സനാതന വചനത്തിൻ്റെ സംശുദ്ധമായ പ്രഘോഷണം, വചനമല്ലാതെ മറ്റെങ്ങോട്ടും കയറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ലേഖനങ്ങളിലൂടെ ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ ഔന്നത്യത്തിൻ്റെ ഉത്തുംഗ പ്രതാപത്തെ വെളിപ്പെടുത്തുക, അതാണ് എന്നിലെ നിർബന്ധം. ഹമാസും ഗാസായും എൻ്റെ വിഷയമേ അല്ല. ഇസ്രായേലിന് എന്തോ ഭവിക്കുമെന്നുള്ളതിനകത്ത് ഞാൻ ചങ്ക് കഴിക്കേണ്ട കാര്യമില്ല. കാരണം എൻ്റെ അമ്മാച്ചനൊന്നും ഓടില്ല. എനിക്ക് നെഞ്ചിന് വേദനയുള്ളത് ക്രിസ്തുവില്ലാതെ പോകുന്ന വ്യക്തികളെ കുറിച്ചാണ്. ഫലസ്തീൻ വല്ല കുസൃതിയും കാണിച്ചിട്ടുണ്ടെങ്കിൽ തല്ലു വാങ്ങിക്കും. അത് ഇസ്രായേലും അവരും തമ്മിൽ എന്നേ ഉള്ള പ്രതിസന്ധിയാണ്. അതൊന്നും ഇവിടെ പ്രാവച്ചമ്പലംകാരുടെയും പത്തനാപുരംകാരനായ എൻ്റെയും വിഷയമേ അല്ല. മനോരമ, മംഗളം, മാധ്യമ, മാതൃഭൂമി, ജനയുഗം, ധനിതരം, ദീപിക, രാഷ്ട്രദീപിക, ദിനദന്തി, ദിനമലർ, ദ ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ള സകല പത്രത്താളുകളും നമുക്ക് യുദ്ധമുഖത്തേക്കൊരു പ്രചോദനം തരുന്നുണ്ട്. അതെല്ലാം കണ്ടും കെട്ടും അതിൻ്റെ പുറകെ പോകുന്ന കൂട്ടത്തിൽ മറക്കാതെ മുറുകെ പിടിക്കേണ്ട ഒന്ന് ക്രിസ്തു തന്നെയാണ്. സകലത്തിൻ്റെ കാരണഭൂതൻ, ലോകത്തിൻ്റെ വിധികർത്താവ്, സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, സർവാധികാരി, നിത്യൻ, മാറ്റമില്ലാത്തവൻ, അത്യുന്നതൻ, സൽഗുണസമ്പൂർണൻ, മഹോന്നതൻ, മഹത്വ സിംഹാസനസ്ഥനായ ക്രിസ്തു എന്ന നാമവിശേഷത്തിൻ്റെ ഔന്നത്യമറിയാതെ വേറെ പലതും ചിലതുമൊക്കെ കൊട്ടിഘോഷിച്ചിട്ട് ആത്മരക്ഷ പ്രാപിപ്പാൻ കഴിയില്ല. അതുകൊണ്ട് ക്രിസ്തുവിൽ മാത്രം ഊന്നി നിന്നുകൊണ്ട് കൊലോസ്യ ലേഖനത്തിൻ്റെ മഹത്വപൂർണമായ ചിന്താധാരകൾ ഇവിടെ അകത്തിരിക്കുന്നവരും പുറത്തിരിക്കുന്നവരും ഓൺലൈനിൽ കേൾക്കുന്നവരും അറിയുന്നവരും ശ്രദ്ധിച്ച് കുറിച്ചെടുത്ത് പഠിക്കാൻ ചില വിചാരങ്ങളെ നിങ്ങൾക്ക് നൽകിത്തരുകയാണ്. പ്രബുദ്ധ മനസ്സുള്ള, ആത്മീയ വീക്ഷണമുള്ള, ദൈവവചനത്തിൻ്റെ പരിജ്ഞാനം ധാരാളമായി പ്രാപിച്ചിട്ടുള്ള നിരവധി പേരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. വിദ്യാഭ്യാസം കൊണ്ട് പ്രബുദ്ധതയും സംഘടന കൊണ്ട് ശാക്തീകരണവും വന്നിട്ടുള്ള ജനതയും നാട്ടിലുണ്ടെന്നും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിഷ്പക്ഷമായി വാക്കുകൾക്ക് ചെവി തരണം. എവിടെങ്കിലും താങ്കൾക്ക് അവജ്ഞ തോന്നുന്നുണ്ടെങ്കിൽ അതിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കാല് വലിച്ചു വെച്ച് നടന്നകന്നു പോകാതെ വിശദീകരണം തേടേണ്ടത് എവിടെയാണ്, വിശദീകരണം വേണ്ടത് എവിടെയാണെന്ന് പറഞ്ഞാൽ ആ ഭാഗത്തിന് വചനാനുസൃതമായി വേദപുസ്തക സംബന്ധമായി വിശദീകരണവും തന്നുകൊണ്ടുപോകാൻ ഞങ്ങൾ ഒരുക്കമാണ്. നാളെ രാത്രി പ്രസംഗിക്കേണ്ട കർത്തൃദാസൻ ഇവിടെയുണ്ട്. അദ്ദേഹം ഞങ്ങൾ 3 പേര് പറഞ്ഞതിൻ്റെ ബാക്കി പത്രമായി ചിന്തകളെ പൂരിപ്പിക്കാൻ കരുത്തുള്ള കർത്തൃദാസന്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇവിടെ ആയിരിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഗ്രേസ് ക്രിസ്ത്യൻ ബൈബിൾ സെമിനാരി എന്ന ഒരു പ്രസ്ഥാനമുണ്ട്. അവിടെ സഹഅധ്യാപകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ബിനോയ് ജോസഫ് അവറുകൾ അനുഗ്രഹിത ഗായകനും കൂടെയാണെന്ന് എനിക്കിന്ന് മനസ്സിലായി. അദ്ദേഹം ഒരു നല്ല അധ്യാപകനാണെന്ന് എനിക്കറിയാം, ബോധ്യമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗാന ശുശ്രൂഷയും കേൾക്കാൻ കഴിഞ്ഞു. എല്ലാം കൊണ്ടും വളരെ മെച്ചമായി സജ്ജമാക്കിയിട്ടുള്ള ഈ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ കൂട്ടായ്മയും
കൊലോസ്യ ലേഖനത്തിലെ ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വം, അതാണ് ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രമേയം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വം അത് നാം പ്രാപിക്കണം, അറിയണം, അനുസരിക്കണം, അംഗീകരിക്കണം, അനുഷ്ഠിക്കണം എന്ന മഹത്വമേറിയ ആലോചനകളെ സവിസ്തരം വിളമ്പുവാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് കൊലോസ്യ ലേഖനം എന്ന പ്രൗഢഗംഭീരമായ ആശയ സമാഹാരത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പുതിയ നിയമത്തിൽ 21 ലേഖനങ്ങളാണുള്ളത്. 21 ലേഖനങ്ങളുടെയും ആകത്തുക ദ തിയോളജിക്കൽ എക്സ്പ്ലനേഷൻ അബൌട്ട് ക്രൈസ്റ്റ് ആൻഡ് ദ ചേർച്ച് എന്നതാണ്. ക്രിസ്തുവിനെക്കുറിച്ചും സഭയെക്കുറിച്ചുമുള്ള ദൈവശാസ്ത്ര വിശകലനം, അതാണ് ലേഖനങ്ങൾ എന്ന് പറയുന്നത്. 21 ലേഖനങ്ങൾ, ദ എപ്പിസ്റ്റൽസ്. റോമർ മുതൽ യൂദ വരെ അങ്ങനെ ക്രമീകരിച്ചു വെച്ചിട്ടുള്ള ലേഖനങ്ങൾ എഴുതിയ കാലത്തിനനുസരിച്ചല്ല, പകരം അതിനകത്തെ പ്രമേയമനുസരിച്ചാണ് അടുക്കി വെച്ചിട്ടുള്ളത്. ആഴത്തിൽ പഠിക്കാൻ മനസ്സ് കാട്ടുന്നവരുടെ ആത്മീയത തിളക്കമുള്ളതും ശ്രേഷ്ഠമായതും ആയിരിക്കും. ലേഖനങ്ങളുമായി ആത്മബന്ധമില്ലാത്തവരുടെ ആത്മീയത ഒരുമാതിരി പുഴുക്കത്തുള്ളതായിരിക്കും. അവർ ലോകത്തിലും മെമ്പർഷിപ്പ് ഉള്ളവരാ, സഭയിലും മെമ്പർഷിപ്പ് ഉള്ളവരാകും. ലോകത്തെയും ജഡത്തെയും പിശാചിനെയും സമമായ നിലയിൽ നിലനിർത്തിക്കൊണ്ട് ക്രിസ്ത്യ ജീവിതം നയിക്കുന്നവരാണ് ലേഖനങ്ങളുമായി ബന്ധമില്ലാത്തവർ. പക്ഷെ ലേഖനങ്ങളുടെ ആഴമേറിയ ആലോചനകളുമായിട്ട് ആത്മബന്ധമുള്ളവർക്ക് തള്ളേണ്ടത് തള്ളാനും കൊള്ളേണ്ടത് കൊള്ളാനും, ആയിത്തീരേണ്ടതുപോലെ മാത്രം ആയിത്തീരാനും, കൂടേണ്ടവരോട് മാത്രം കൂടാനും, കൂടരുതാത്തവരോട് അകന്ന് ഒരകലം സൂക്ഷിക്കാനുമൊക്കെ അവർ പ്രാപ്തരാകുന്നു. അതാണ് ലേഖനങ്ങളുടെ പ്രാധാന്യത. ഞാൻ പറയുന്ന 3 കാര്യത്തെ ശ്രദ്ധിക്കണം. 3 കാര്യം മറന്നു പോകരുത്. കുഞ്ഞുങ്ങളടക്കം ശ്രദ്ധിച്ചുകൊള്ളണം. കുറിക്കാൻ പറ്റിയാൽ കുറിക്കണം. ഈ 3 കാര്യങ്ങളിൽ അധിഷ്ഠിതമാകണം നമ്മുടെ ക്രിസ്ത്യ ജീവിതം. അതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത് ലേഖനങ്ങളാണ്. 3 ചിന്തകൾ അക്കമിട്ട് പറയാം. 1, നാം ജഡത്തിൽ ജീവിക്കുമ്പോൾ ജഡപ്രകാരമല്ലാതെ ജീവിക്കണം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ജഡമുതിർത്തുവിടുന്ന പാപരാഗങ്ങളുടെ, വികാര വിക്ഷോഭങ്ങളുടെ, ആവേഗങ്ങളുടെ, ആസക്തികളുടെ, തൃഷ്ണകളുടെ മുൻപിൽ പണയപ്പെട്ടു പോകുന്ന ഒരാത്മീയതയാകരുത് നമ്മുടെ ആത്മീയത. അവസരത്തിൻ്റെ ആനുകൂല്യം ഒത്തുകിട്ടുമ്പോൾ പാട്ടും പ്രാർത്ഥനയും ആരാധനയും പ്രൈസ് ആൻഡ് വർഷിപ്പും ശുശ്രൂഷയും എല്ലാം പണയപ്പെടുത്തിയിട്ട് ആ ആനന്ദത്തിലേക്ക്, ആമോദത്തിലേക്ക്, ആഹ്ലാദത്തിലേക്ക്, ആഘോഷത്തിലേക്ക് പോകുന്നവൻ ലേഖനവുമായി ബന്ധമില്ലാത്തവനാണെന്ന് ഉറക്കെ പറയണം. അപ്പോൾ 1-ാമത്തെ വാചകം മറക്കരുത്. ജഡത്തിൽ ജീവിക്കുമ്പോൾ ജഡപ്രകാരമല്ലാതെ ജീവിക്കണം. ആത്മീയതയ്ക്ക് വിരുദ്ധമായ നിരവധി ചേതോവികാരങ്ങളെ ഉയർത്തിവിടുന്ന, ഉദ്ദീപിപ്പിച്ചുവിടുന്ന, ഉണർത്തിവിടുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ജഡം. ആ ജഡത്തെ പിടിച്ച് അടക്കാൻ കഴിയണം. വചനവിരുദ്ധമായി പൊങ്ങുന്ന സകല വിചാരങ്ങളുടെയും സങ്കല്പങ്ങളെയും പിടിച്ചടക്കി ആത്മീയതയിൽ തന്നെ നിൽക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ 1-ാമത്തെ വാചകം ജഡത്തിൽ ജീവിക്കുമ്പോൾ, ബാക്കി പറ, ജഡപ്രകാരമല്ലാതെ ജീവിക്കണം. 2, ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകപ്രകാരമല്ലാതെ ജീവിക്കണം. നാം ലോകത്തിലാണ് ജീവിക്കുക. ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകപ്രകാരമല്ലാതെ എന്ന് പറഞ്ഞാൽ ലോകത്തിന് ചില ആർഭാടങ്ങളും ആഡംബരങ്ങളും ആഘോഷങ്ങളുമുണ്ട്. ലോകത്തിന് തനതായിരിക്കുന്ന ചില അധമ സംസ്കാരങ്ങളുണ്ട്. ലോകമെന്നതുകൊണ്ട് വേദപുസ്തകം വിവക്ഷിക്കുന്നത് 3 അർത്ഥങ്ങളാണ്. പഠിച്ചോണം, 3 അർത്ഥങ്ങളാണ്. വചനമല്ലാതെ നമ്മളൊന്നും പറയില്ല. വചനത്തിലൂടെ അല്ലാതെ വേറെ എങ്ങും നാം പോകില്ല. വചനം മാത്രം കേൾക്കാനിടയാകണം. ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകക്കാരല്ലാതെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൽ ലോകമെന്ന പദത്തിന് 3 അർത്ഥമാണുള്ളത്. 1, അപ്പോസ്തലപ്രവൃത്തി 17:24, ഈ ലോകവും അതിലുള്ള സകലതും ഉണ്ടാക്കിയ ദൈവം. അവിടെ ലോകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ആകാശം, അതിലുള്ളതെല്ലാം, ഭൂമി, അതിലുള്ളതെല്ലാം, സമുദ്രം, അതിലുള്ളതെല്ലാം, ഇതിനെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് പറയുന്ന കോസ്മോസ്, യൂണിവേഴ്സ്, പ്രപഞ്ചം. അതാണ് 17:24 ലോകമെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയും ലോകമെന്നത് വേറൊരർത്ഥത്തിലേക്ക് മാറുന്ന മറ്റൊരു വാക്യം തരാം. പരിചിതവാക്യം യോഹന്നാൻ 3:16, ആരും നശിച്ചു പോകാതിരിപ്പാൻ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം, ബാക്കി, ലോകത്തെ സ്നേഹിച്ചു. അവിടെ ലോകമെന്ന പദം വേറൊരർത്ഥത്തിലാണ്. അപ്പോസ്തലപ്രവൃത്തി 17:24 ലോകമെന്ന് പറയുന്നത് ഈ ബ്രഹ്മാണ്ഡ ഘടാകത്തെ ആണെങ്കിൽ, സൂര്യചന്ദ്ര നക്ഷത്രാദികൾ ഇതിനെ എല്ലാം കൂടി ചേർത്താണെങ്കിൽ, യോഹന്നാൻ 3:16 ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ മലയും കുന്നും താഴ്വരയും പർവ്വതങ്ങളും സമതലങ്ങളും കടലുകളും ഇതെല്ലാം കൂടെയുള്ള മരുഭൂമി അടക്കമുള്ളതിനെ സ്നേഹിച്ചുവെന്നല്ല, ഇവിടെ പാർക്കേണ്ടതിന് ദൈവം സൃഷ്ടിച്ച മാനവ കുലത്തെ സ്നേഹിച്ചുവെന്നാണ്.
അപ്പം ലോകമെന്ന് പറഞ്ഞാൽ മനുഷ്യനെന്നൊരർത്ഥം, മാനവകുലം, മാനവ സമൂഹം എന്നൊരർത്ഥം കൂടിയുണ്ട്. രണ്ടർത്ഥം രണ്ട് വാക്യങ്ങളിലൂടെ കിട്ടിയല്ലോ. പക്ഷെ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകപ്രകാരം അല്ലാതെ ജീവിക്കരുതെന്ന് പറയുന്ന ലോകം വേറൊരർത്ഥമാണ്. റോമാലേഖനം 12:2 ലോകത്തിന് അനുരൂപമാകരുത്. 1 യോഹന്നാൻ 2:17 ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. 1 യോഹന്നാൻ 5:4 ദൈവത്തിന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. യാക്കോബ് 4:4 ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. യാക്കോബ് 1:27 ലോകത്തിൻ്റെ കളങ്കം പറ്റാതെ തന്നെത്താൻ കാത്തുകൊള്ളണം. കണ്ടോ, ഈ വാക്യങ്ങളിലെല്ലാം ലോകമെന്ന പദമുണ്ട്. അർത്ഥം എന്താണെന്നറിയാമോ? ദ സൈറ്റാനിക് സിസ്റ്റം, സാത്താന്യ വ്യവസ്ഥിതി എന്നാണ്. 2 കൊരിന്ത്യർ 4:4 പറയുന്ന ഈ ലോകത്തിൻ്റെ ദൈവം അത് പിശാചാണ്. ആ പിശാചിനാൽ നിയന്ത്രിതമാക്കപ്പെടുന്ന ഒരു വ്യവസ്ഥിതി, അതിനകത്താണ് കൊല്ലും കൊലയും അക്രമങ്ങളും അനീതികളും ഉള്ളത്. അതിനകത്താണ് സ്ത്രീ പീഡനമുള്ളത്, അതിനകത്താണ് പുരുഷ പീഡനമുള്ളത്, അതിനകത്താണ് മറ്റുള്ളവനെ അപഹരിക്കുന്ന അപകരണ സാധ്യതയുള്ളത്. ഇന്നത്തെ പത്രത്തിൽ നമ്മൾ കണ്ടു, 6 വയസ്സുള്ളൊരു പെൺകുട്ടിയെ മൃഗീയമായി പീഡിപ്പിച്ചിട്ട് കെട്ടിത്തൂക്കി കൊന്നുകളഞ്ഞവനെ കോടതി വെറുതെ വിട്ടു. നിയമമല്ലേ, എന്തുമാകാം, നടക്കട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. 5 വയസ്സുകാരി പെൺകുഞ്ഞിനെ മൃഗീയമായി തകർത്ത് കളഞ്ഞ മറ്റൊരു പ്രതി, 16 വയസ്സുള്ളൊരു പെൺകുട്ടിയെ മുമ്പ് പീഡിപ്പിച്ചവൻ, അവനിപ്പോഴും ജയിലില്ല. ഇങ്ങനെ ഒത്തിരി സംഭവങ്ങൾ. ഇതൊക്കെ ലോകത്തിൻ്റെ തിന്മയാണ്. കള്ളും കഞ്ചാവും, അതേപോലെ മനുഷ്യന്റെ പ്രത്യുൽപാദന വ്യവസ്ഥിതിയെ നശിപ്പിക്കുന്ന, ശ്വസനേന്ദ്രിയ വ്യവസ്ഥിതിയെ നശിപ്പിക്കുന്ന, ദഹനേന്ദ്രിയ വ്യവസ്ഥിതിയെ നശിപ്പിക്കുന്ന, രക്തചംക്രമണ വ്യവസ്ഥിതിക്ക് ദോഷം വരുത്തുന്ന ലഹരി പദാർത്ഥങ്ങളുടെ വിശാലമായിരിക്കുന്ന വിപണനം, അതൊക്കെ ലോകത്തിൻ്റെ തിന്മയാണ്. അപ്പം ലോകമെന്ന് പറഞ്ഞാൽ ദ സൈറ്റാനിക് സിസ്റ്റം. മതത്തിൻ്റെ പേരിൽ, പാർട്ടിയുടെ പേരിൽ, വർഗത്തിൻ്റെ, കുലത്തിൻ്റെ, കുടുംബത്തിൻ്റെ പേരിൽ, ദേശത്തിൻ്റെ, ഭാഷയുടെ, ദിക്കുകളുടെ പേരിൽ അടിപടി കലാശങ്ങൾ, ജയില് നിറയുകയാണ്, ശൂന്യമാകുന്നില്ല ഓരോ ദിവസവും. ഇതെല്ലാം ലോകത്തിൻ്റെ തിന്മയാണ്. സ്വന്തം ഭാര്യയോട് വിശ്വസ്തത പുലർത്താതെ, ഭർത്താവിനോട് വിശ്വസ്തത പുലർത്താതെ, ജനിപ്പിച്ച മാതാപിതാക്കളോട് ആദരവില്ലാതെ, ജനിപ്പിച്ച കുഞ്ഞുങ്ങളോട് ഉത്തരവാദിത്വ ബോധമില്ലാതെ, തന്നിഷ്ടമനുസരിച്ച് ധാർഷ്ട്യം, ധിക്കാരം, താൻ പോരും, അഹങ്കാരം, വിമർശനം, വിരോധം, വിദ്വേഷം, വിഭാഗിക മനോഭാവം, ഇതൊക്കെയായി നീങ്ങുന്നതാണ് ലോകത്തിൻ്റെ സംസ്കാരം. ഈ അധമ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഇതൊന്നും നമ്മെ ഏശാതെ ജീവിക്കുന്നതാണ് ആത്മീയത. എത്ര പേർക്ക് ബോധ്യമായി? 2 കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി എന്ന് ഞാൻ കരുതുന്നു. മൂന്നാമതൊരു ചിന്ത കൂടെ കുറിച്ചു കൊള്ളണം. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വരാനുള്ള ലോകത്തിൻ്റെ പ്രതീക്ഷയോടെ ജീവിക്കുന്നതാണ് യഥാർത്ഥ ആത്മീയത. ഇപ്പം ജഡത്തിൽ ജീവിക്കുമ്പോൾ ജഡപ്രകാരമല്ലാതെ ജീവിക്കണം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകക്കാരല്ലാതെ ജീവിക്കണം. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ മൂന്നാമത്തെ ചിന്ത, വരാനൊരു ലോകമുണ്ടെന്ന പ്രതീക്ഷയോടെ ജീവിക്കാൻ കഴിയണം. എബ്രായ ലേഖനം 2:5 നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം, അതിനകത്ത് സമരമില്ല, ഇൻകുലാബില്ല, അതിനകത്ത് പിക്കറ്റിങ്ങോ ഹർത്താലോ വഴിതടയിൽ സമരമോ കരിങ്കൊടി പ്രകടനങ്ങളോ ഇല്ല. സമത്വസുന്ദര സാഹോദര്യം ഉറഞ്ഞ് നിറഞ്ഞ് തികഞ്ഞ് നിൽക്കുന്നൊരു വ്യവസ്ഥിതിയാണ്. മനസ്സിലായില്ലേ? ഇന്ന് നമ്മൾ കാണുന്ന യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളുമില്ലാത്ത, സമരസന്നാഹങ്ങളില്ലാത്ത, സത്യ, ധർമ്മ, ന്യായ, നീതികൾ കോർത്തിണക്കപ്പെട്ടൊരു വ്യവസ്ഥിതി, അതാണ് വരാനുള്ള ലോകം. ആ ലോകത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ഒരു കൂട്ടുകക്ഷി ഭരണമല്ല. ആ ലോകത്തിൻ്റെ അധിപൻ ഞങ്ങൾ ഹൃത്തടം കൊണ്ട് ഏറ്റെടുത്തിട്ടുള്ളതും ജീവിക്കുന്ന കാലമത്രയും അവന് വേണ്ടി എന്ന് ഉറക്കെ പറയുന്നതുമായ ക്രിസ്തു യേശു തന്നെയാണ്, നീതിയോടെ ഭരിക്കുന്നൊരു രാജാവ്. അപ്പം ഈ 3 ചിന്തയെ ആരാണോ നിരുപാധികം ഏറ്റെടുക്കുന്നത് അവരാണ് യഥാർത്ഥ ആത്മീകർ എന്ന് നാം അറിയണം. ആ ആത്മീയതയിലേക്ക് നമ്മെ വഴിതെളിക്കുന്ന മഹത്വപൂർണമായൊരു പ്രാർത്ഥനയാണ് കൊലോസ്യ ലേഖനം 1:10 മുതൽ 13 വരെ. ദൈവദാസന്മാർ, വേദവിദ്യാർത്ഥികൾ, വിശ്വാസ സമൂഹം ശ്രദ്ധിക്കാൻ ഇനിയൊരു കാര്യം, പൗലോസിൻ്റെ ലേഖനങ്ങൾ 14 എണ്ണമാണ്. റോമർ മുതൽ എബ്രായ ലേഖനം വരെ. എബ്രായ ലേഖനം പൗലോസിൻ്റെതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് അങ്ങനെ പറയുക, അതല്ലെങ്കിൽ 13 ലേഖനം, ഫിലേമോൻ്റെ ലേഖനം വരെ. ഇതിൽ ഗലാത്യ ലേഖനം, എബ്രായ ലേഖനം ഒഴികെ ബാക്കിയുള്ള എല്ലാ ലേഖനങ്ങളിലും അനുവാചകർക്ക് വേണ്ടി ഈടുറ്റൊരു പ്രാർത്ഥന പൗലോസ് നടത്തുന്നുണ്ട്. ആ പ്രാർത്ഥന മാത്രം പഠിച്ചാൽ ഒരു ദൈവദാസൻ ഒരു ആയുസ് മുഴുവനും പ്രസംഗിക്കാം. അത്ര കണ്ട് വിജ്ഞാനപ്രദവും ദൈവശാസ്ത്ര സമ്പുഷ്ടവുമാണ് ആ പ്രാർത്ഥനകൾ. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന പോലെ എനിക്ക് തരണേ, എനിക്കുള്ളവർക്ക് തരണേ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ എന്ന് പറഞ്ഞ് കിടക്കുകയല്ല. പൗലോസിൻ്റെ പ്രാർത്ഥന ദൈവശാസ്ത്രത്തിൽ സമ്പുഷ്ടമാണ്. എഫേസ്യ ലേഖനത്തിൽ 2 പ്രാർത്ഥനയുണ്ട്. കൊലോസ്യ ലേഖനത്തിൽ ഉജ്ജ്വലമായ പ്രാർത്ഥനയാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്.
ബാക്കിയുള്ള എല്ലാ ലേഖനങ്ങളിലുമുണ്ട്. ഗലാത്യ ലേഖനത്തിലില്ല, എബ്രായ ലേഖനത്തിലുമില്ല. അത് ആത്മീയതയ്ക്കെതിരെ അവർ നീങ്ങുന്നത് കൊണ്ട് അവരോടുള്ള പ്രതിവാദവും പ്രകോപനവും പ്രതിഷേധവും പ്രബോധനവും ഒക്കെ ആയതുകൊണ്ട് അവർക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ അത് ലിഖിതമാക്കിയിട്ടില്ല. അതുകൊണ്ട് പൗലോസിൻ്റെ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് വളരെ ആത്മീയമായ ചേതന നമുക്ക് നൽകുന്നതാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആ കാലഘട്ടത്തിലുള്ള സഭയ്ക്ക് വേണ്ടി പൗലോസിൻ്റെ വർത്തമാനകാലത്തിലേക്ക് മാത്രം പ്രാർത്ഥിച്ചതല്ല, 2023 ആണ്ടിൻ്റെ സമാപനത്തിലെത്തിയ നമുക്ക് വേണ്ടിയും കൂടിയുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ആ പ്രാർത്ഥന മാത്രം ഐച്ഛികമായി എടുത്തുകൊണ്ട് നമ്മളതിൻ്റെ ആഴങ്ങളിലേക്ക് ഓളിയിടാൻ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനയെക്കുറിച്ച് ചില ചിന്തകൾ പറഞ്ഞിട്ട് ഞാൻ 11 വാക്യത്തിലെ പ്രധാന പ്രമേയത്തിലേക്ക് വരാമെന്ന് ആഗ്രഹിക്കുന്നു. യഥാർത്ഥ ആത്മീയൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ ഹൃദയത്തിൽ ഓർത്തുകൊള്ളുമ്പോൾ തന്നെ മറ്റു ചില കാര്യങ്ങൾ ഈ പ്രാർത്ഥനയിൽ നടത്തിയെടുത്ത് പഠിക്കാം. ദൈവപ്രസാദ യോഗ്യമായി ജീവിക്കണം. ദൈവപ്രസാദ യോഗ്യം. 2, കർത്താവിന് യോഗ്യമാകണം നാം. ദൈവപ്രസാദം എന്ന് പറഞ്ഞാൽ ദൈവമെന്നൊക്കെ പറയുമ്പം ആ ആളത്വ മഹിമയെ നാം തിരിച്ചറിയുമ്പോൾ അതിനകത്തൊരു തൃത്വബോധമുണ്ട്, തൃത്വവിലാസമുണ്ട്, തൃത്വപ്രത്യക്ഷതയുണ്ട്, തൃത്വപ്രകാശനമുണ്ട്, തൃത്വവിലാസം അതിനകത്ത് നിറഞ്ഞു മുഴച്ചുമുറ്റി നിൽക്കുന്നുണ്ട്. ദൈവമെന്ന പദത്തിൻ്റെ എബ്രായ പദം എലോഹീം എന്നതാണ്. അതിനകത്ത് 3 ആളത്വ മഹിമകളുടെ സമഞ്ജസമായ സമ്മേളനമുണ്ട് എന്ന് നാം അറിയണം. ഗോഡ് ദ ഫാദർ, അതാണ് പിതാവ്. ഗോഡ് ദ സൺ, അതാണ് പുത്രൻ. ഗോഡ് ദ ഹോളി സ്പിരിറ്റ്, അതാണ് പരിശുദ്ധാത്മാവ്. ഈ 3 ആളത്വങ്ങളുടെ ഒരുമിച്ചുള്ള സമന്വയം, അതാണ് ദൈവം. ആ ദൈവത്തിന് പ്രസാദമായി നമുക്ക് ജീവിക്കാൻ കഴിയണം. കർത്താവിന് യോഗ്യമാകുക എന്ന് പറഞ്ഞാൽ ഭൂതലത്തിലേക്ക് നമ്മോടൊപ്പം മുട്ടിത്തട്ടി ഉരുമി ഉരഞ്ഞു നടക്കുവാൻ രൂപത്തിൽ വന്ന് തിരുവവതാരം ചെയ്ത് ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കണം. അതാണ് കർത്താവിന് യോഗ്യമാകുമെന്ന്. അതുമാത്രമല്ല, അടുത്ത 2 കാര്യം പറയുന്നു. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിക്കണം. അടുത്ത ഒരു കാര്യം പറയുന്നു, ദൈവ ഇഷ്ടത്തിൻ പരിജ്ഞാനം. യുവതീവാക്കന്മാരൊക്കെ വായിച്ചു നോക്കണം ആ 10 വാക്യം. നാം പ്രാപിക്കേണ്ട 2 പരിജ്ഞാനം. ആത്മീയ ജീവിതം ഔന്നത്യം പ്രാപിക്കേണ്ടതിന് നമുക്കുതകുന്ന 2 പരിജ്ഞാനം. 1 ദൈവ പരിജ്ഞാനം, 2 ദൈവ ഇഷ്ടത്തിൻ പരിജ്ഞാനം. ഇത് രണ്ടും പ്രാപിക്കാത്ത ഒരു വ്യക്തിയുടെ ആത്മീയത അധോഗതിയിലേക്ക് നിപതിക്കാനിടയാവും. ദൈവമാരാണ് എന്ന പരിജ്ഞാനമില്ലാത്തത് പലരുടെയും വിഷയം. പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ പൊതുവായ പ്രശ്നം കേന്ദ്ര ഭരണം ശരിയല്ലെന്നോ സംസ്ഥാന ഭരണം ശരിയല്ലെന്നോ എന്നൊക്കെ വാർത്താമാധ്യമങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ വേദപുസ്തകത്തെ നെഞ്ചോടടിപ്പിക്കുന്ന ഞങ്ങൾക്ക് ഉറക്കെ പറയാനുള്ളത്, അങ്ങ് ഇന്ദ്രപ്രസ്ഥം കേൾക്കയോ അല്ലെങ്കിൽ അങ്ങ് അനന്തപുരി കേൾക്കയോ ഉറക്കെ പറയാൻ ഞങ്ങൾക്കുള്ളിൽ താല്പര്യമുള്ളതും ചേതനയുള്ളതുമായ പ്രധാന ചിന്ത ഈ മുനിപുങ്കവന്മാരുടെ ഋഷീശ്വരന്മാരുടെ വേദങ്ങളുടെ ഭിന്നമത രാഷ്ട്രീയ സംസ്കാര ജാതീയ അനുഭവങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നം എന്താണെന്നറിയാമോ? ദൈവപരിജ്ഞാനമില്ലാതെ പോകുന്നതാണ്. ദൈവപരിജ്ഞാനമില്ലാതെ പോകുന്നു. എന്താണ് ദൈവപരിജ്ഞാനം? ആരാണ് ദൈവം, ഏതാണ് സത്യദൈവമെന്ന ബോധമില്ലാതെ പലതിനെയും ചിലതിനെയും എല്ലാം ദൈവമെന്ന് കണ്ട് നമിക്കുന്ന, പ്രണമിക്കുന്ന, പ്രണയിക്കുന്ന ഒരു രീതി നിലനിൽക്കുന്നു എന്നുള്ളത്. ആകാശത്തെ ആരാധിക്കുന്നവരും സൂര്യനെ ആരാധിക്കുന്നവരും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആരാധിക്കുന്നവരുണ്ട്. എല്ലാ ഭൂതപ്രേത പിശാചുക്കൾ യക്ഷഗന്ധർവന്മാരെ ആരാധിക്കുന്നവരുണ്ട്. ഒഴുകുന്ന പുഴയും ഇലച്ചാർത്തുള്ള വൃക്ഷവും കാട്ടുമൃഗവും നാട്ടുമൃഗവും പറവകളും പ്രാണികളും അനിതര സാധാരണമായ ശേഷിയുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇവിടെ ആരാധ്യന്മാരാകുമ്പോൾ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ഏകസത്യ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ലാതെ പോകുന്നത് കൊണ്ട് ആത്മീയ അന്ധതയിലേക്ക് മനുഷ്യൻ നീങ്ങുകയാണ്. ഒരൊറ്റ മതത്തിൻ്റെയും കുത്തകയല്ലാത്ത ഒരു മന്ത്രവാദിയുടെയും അക്ഷരക്കൂട്ടിനകത്ത് കാലുകുരുങ്ങി നിൽക്കാത്ത ഒരു സത്യദൈവമുണ്ട്, ഏകസത്യദൈവം. ആ ഏകസത്യദൈവം സകല മനുഷ്യൻ്റെയും സകല പ്രശ്നങ്ങൾക്കും പരിഹാരകനാണ്. എൻ്റെ ദേഹദണ്ഡനത്തിന് ഞാൻ വടക്കോട്ടും, എൻ്റെ ശത്രുക്കളുടെ സംഹാരത്തിന് ഞാൻ തെക്കോട്ടും, എൻ്റെ ഭൂമിക നന്നായി വിളയേണ്ടതിന് ഞാൻ പടിഞ്ഞാറോട്ടും, എൻ്റെ തലമുറ നന്നായിട്ട് വിദ്യാസമ്പന്നരും സന്താന സൗഭാഗ്യമുള്ളവരുമാകേണ്ടതിന് ഞാൻ അങ്ങ് കിഴക്കോട്ടും ഓടണമെന്ന് ഇവിടെ പല വേദാന്തികളും പറയുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന 100 അല്ല 150 അല്ല ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ ഒന്നിച്ച് പരിഹരിച്ചു തരാൻ കഴിയുന്ന സർവശക്തനും സർവജ്ഞാനിയും സർവവുമായ ഒരു ദൈവമുണ്ട്. ആ ദൈവം ആരുടെയും മന്ത്രോച്ചാരണത്തിൻ്റെ അക്ഷരക്കൂട്ടിൽ കാലുകുരുങ്ങി നിൽക്കുന്നവനല്ല, പകരം സർവ്വവ്യാപിയും സർവ്വ അധികാരിയുമാണ്.
ആ ദൈവമാണ് യഥാർത്ഥ ദൈവം. ആ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമ്മൾ പ്രാപിക്കണം. ആ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിക്കുവാനുള്ള ഏകമാർഗം ഒന്നല്ലാതെ വേറൊന്നില്ല. ഏകമാർഗം ദൈവത്തിൻ്റെ സനാതന വചനമായ വിശുദ്ധ ബൈബിളാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പാട്ടുകളും ഇതുമായി ബന്ധപ്പെട്ട പ്രസംഗങ്ങളും ഞങ്ങൾക്ക് ദേശത്തോട് ചെയ്തേ പറ്റുകയുള്ളൂ. അത് കേൾക്കാൻ നിഷ്പക്ഷമായി മനസ്സ് കാട്ടിയാൽ തങ്ങളുടെ ജീവിതത്തിന് അത് സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുലരി പ്രദാനം ചെയ്യും. അത് അനുഭവിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഞാൻ ഈ മൈക്രോഫോൺ ഇവിടെ ഇരിക്കുന്ന പലരുടെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്താൽ മദ്യം അവർക്ക് വരുത്തിയ വിനാശം, ജീവിതത്തിൻ്റെ ദുർഗുണങ്ങളും ദുശീലങ്ങളും അവരെ മനുഷ്യരല്ലാതാക്കി മാറ്റിയ കുറേ കാലഘട്ടത്തിൻ്റെ ഇരുണ്ട യുഗത്തിൻ്റെ സാക്ഷ്യം ഒക്കെ അവർക്ക് പറയാനുണ്ട്. പെറ്റമ്മ തലേ കൈവച്ച് ഇങ്ങനെ ഒരെണ്ണം എൻ്റെ വയറ്റിൽ വന്ന് പറന്നല്ലോ തമ്പുരാനെ, ഇവനെ അങ്ങ് വിളിച്ചൂടെ എന്ന് വരെ പ്രാഗി അലക്കത്തക്ക നിലയിൽ മനോവേദന ഉണ്ടാക്കിയ പലരും ഇവിടെയുണ്ട്. അവരുടെ ജീവിതത്തിന് മാറ്റമുണ്ടാക്കിയത് പോലീസിൻ്റെ മുഷ്ടിപ്രയോഗമല്ല, ലോക്കപ്പിനകത്ത് പൂട്ടിയിട്ടിട്ട് തച്ചന് നിന്ന് ഇടിച്ചതുകൊണ്ട് നന്നായതല്ല. ആ ഇടിയൊക്കെ കൊള്ളുമ്പോഴും വർദ്ധിത വീര്യത്തോടെ പുറത്തിറങ്ങിയാൽ മറ്റവൻ്റെ പള്ളയ്ക്ക് കത്തികയറ്റണമെന്ന പ്രതികാര മനോഭാവത്തോടെയാ അവരതിനകത്ത് കഴിഞ്ഞത്. പക്ഷേ അഴിക്കകത്തേക്ക് ഞങ്ങൾ നീട്ടിക്കൊടുത്ത സുവിശേഷ പ്രതികൾ ജീവിതത്തിൽ മാറ്റം വരുത്തിയ 1000 പേരല്ല, 10,000-കണക്കിനല്ല, ലക്ഷക്കണക്കിന് ആളുകളെ ഞങ്ങൾ നിരത്തി നിർത്തിത്തരാം. ഇവിടുത്തെ ഭരണാധിപന്മാരുടെ ഭരണത്തിൻ്റെ ഏറ്റവും വലിയ ആനുകൂല്യം കൊണ്ട് നന്നായവരെക്കാൾ അധികം ഏറ്റവും അധികം ആളുകളെ സുവിശേഷം കൊണ്ട് നന്നാക്കിയെടുത്തു എന്നുള്ള വസ്തുത ഞങ്ങളിൽ വ്യാപരിച്ച ഞങ്ങളുടെ സ്വസിദ്ധമായ കഴിവല്ല, പകരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദൈവാത്മനിയോഗത്തിൻ്റെ. അതുകൊണ്ടാണ് ഞങ്ങൾ സുവിശേഷം ഇത്ര ആത്മധൈര്യത്തോടെ നെഞ്ചുറപ്പോടെ തൻ്റെ ഇടത്തോടെ പാടുന്നതും പറയുന്നതും. കേൾക്കാൻ നമുക്ക് കൊലോസ്യ ലേഖനം നൽകുന്ന ആത്മീയതയുടെ അനുഗ്രഹീതമായ അനുഭവം. ഇപ്പം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, ദൈവ ഇഷ്ടത്തിൻ പരിജ്ഞാനം. ദൈവ ഇഷ്ടത്തിൻ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തെക്കുറിച്ചൊരു വ്യക്തി ആഴമായി ബോധ്യമായി കഴിഞ്ഞാൽ അവൻ്റെ നാവിൽ നിന്ന് ഉയരുന്ന അടുത്ത ചോദ്യം വാട്ട് ഷൽ ഐ ഡു, ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളത്. ദൈവം ആരാണെന്ന് തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ദൈവത്തോട് തന്നെ ചോദിക്കണം വാട്ട് ഷൽ ഐ ഡു, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇതുവരെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലൊക്കെ പോയി വന്നു, ചെയ്തു, കഴിച്ചു, കുടിച്ചു, ഉടുത്തു, മുട്ടി, തട്ടി, ഉരുമി, ഒരഞ്ഞു, നടന്നു. പലർക്കും ഞാനൊരു ബാധയായിരുന്നു, പലർക്കും ഞാനൊരു വേദനയായിരുന്നു, പലർക്കും ഞാനൊരു വിങ്ങലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് സത്യദൈവം ആരാണെന്ന് എനിക്ക് ബോധ്യമായത്. പറയൂ വാട്ട് ഷൽ ഐ ഡു, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇതുവരെ ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്തത്, പക്ഷെ അങ്ങേ അറിഞ്ഞു, ഇനി ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ പോകുന്നില്ല, അങ്ങേക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിപ്പാൻ ഞാൻ സമർപ്പിക്കുന്നു. ഇവിടുത്തെ കുടുംബന്നൂർ കൺവെൻഷനും കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്വന്തം ഇഷ്ടത്തിൻ്റെ വരുതി വിട്ട് ദൈവ ഇഷ്ടത്തിലേക്ക് ചിലർ വരണം. അതാണ് വായിച്ചു കേൾപ്പിച്ച വേദഭാഗത്തിലുള്ളത്. ജീവിതത്തിൻ്റെ ആത്മീയതയുടെ നടത്തിപ്പ്, അതിനാവശ്യമായിരിക്കുന്ന ആത്മനിയാഗം നമുക്ക് ലഭ്യമാകണം. അതിന് ക്രിസ്തുവിനെക്കുറിച്ച് ഈ രാത്രി വേണ്ടും പോലെ വിസ്തൃതമായി കേൾക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരു കാര്യം കൂടെ വേദവിദ്യാർത്ഥികൾക്ക്, ദൈവമക്കൾക്ക് വേണ്ടി നൽകി തന്നുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകാം. അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളിൽ കരഗ്രഹ ലേഖനങ്ങൾ എന്നറിയപ്പെടുന്ന 4 ലേഖനങ്ങളുണ്ട്. 4 ലേഖനങ്ങൾ. അതിലൊന്നാണ് എഫെസ്യ ലേഖനം, രണ്ടാമത്തേത് ഫിലിപ്പിയ ലേഖനം, മൂന്നാമത്തേത് കൊലോസ്യ ലേഖനം, നാലാമത്തേതാണ് ഫിലേമോന്റെ ലേഖനം. ഈ 4 ലേഖനങ്ങളിൽ 4 അതിപ്രധാനമായ ആശയത്തിൻ്റെ പ്രമേയമുണ്ട്. അതും കൂടെ ഒന്നക്കമിട്ട് നിരത്തി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പാകിവെക്കാം. അതിനനുസരിച്ച് നമ്മുടെ ആത്മീയതയെ നിലനിർത്തണം, കുറിച്ചുകൊള്ളണം ഈ 4 വിചാരങ്ങൾ. ഞാൻ ഈ 4 ലേഖനങ്ങളിൽ നിന്ന് ഏത് വാക്യം വായിച്ച് പ്രസംഗിച്ചാലും ഈ 4 ചിന്തകളെ പറയാറുണ്ട്. നിങ്ങളിൽ പലരും ഒരുപക്ഷെ വേറെ ചില പ്രസംഗങ്ങളിലൂടെ അത് കേട്ടിട്ടുണ്ടാകാം. എങ്കിലും കേൾക്കാത്തവർക്ക് വേണ്ടി പറയുക. പൗലോസിൻ്റെ 14 ലേഖനങ്ങളിൽ 4 ലേഖനങ്ങൾ കാരാഗ്രഹത്തിൽ നിന്ന് പിറവിയെടുത്തത്. കാരാഗ്രഹത്തിൻ്റെ സ്വസ്ഥമായ സ്വൈര്യമായ ശാന്തമായ അന്തരീക്ഷത്തിൽ നിന്ന് ക്രിസ്തുവിനെ ധ്യാനിച്ചപ്പോൾ ആ ധ്യാനമണ്ഡലത്തിലേക്ക് രൂപപ്പെട്ട ക്രിസ്തു പരിജ്ഞാന വിചാരങ്ങൾ ചോർന്നു പോകാതെ അവർക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് വേണ്ടിയും കൂടെ ലിഖിതമാക്കിയതാണ് ഈ 4 ലേഖനങ്ങൾ. ഒന്നുകൂടെ പേര് പരാമർശിക്കുന്നു: എഫെസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലേമോൻ. ഈ 4 ലേഖനങ്ങളെയും കാച്ചിക്കുറുക്കിയെടുത്താൽ 4 ആശയങ്ങൾ, 4 വാചകങ്ങൾ കിട്ടും. ആ 4 വാചകങ്ങളിൽ അധിഷ്ഠിതമാകണം എൻ്റെയും നിങ്ങളുടെയും ആത്മീയത. 1, 2, 3, 4 വാചകങ്ങൾ യഥാക്രമം ലേഖനത്തിൻ്റെ ഓർഡർ അനുസരിച്ച് പറയാം. 1, ക്രിസ്തുവിൽ വസിക്കുക എന്നതാണ് എഫെസ്യ ലേഖനം. ക്രിസ്തുവിൽ, dwell in him, not with him but in him.
ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം, ക്രിസ്തുവിൽ ജീവിക്കുന്നതാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? ഞാൻ പണ്ട് പുരാതന കാലം മുതലേ ക്രിസ്തുവിനോട് കൂടെയാണ് എന്ന് പറയുന്ന ആത്മീയതയിൽ കാമ്പും കഴമ്പുമൊന്നുമില്ല. ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ ലോകത്തിലും മെമ്പർഷിപ്പുണ്ട്, സഭയിലും മെമ്പർഷിപ്പ് ഉള്ളവരാകും. അത് പാടില്ല. ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം നയിക്കുന്നയാൾ. പാപത്തോട് അകന്നു നിൽക്കാനും തിന്മയോട് ഏകീഭവിക്കാതെ വിശുദ്ധ ജീവിതത്തിന് ഉത്തരവാദിത്വ ബോധത്തോടെ നിൽക്കുവാൻ, ഞാൻ പറഞ്ഞ പോലെ തള്ളേണ്ടതൊക്കെ തള്ളി കൊള്ളേണ്ടത് മാത്രം കൊണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയണമെങ്കിൽ ക്രിസ്തുവിൽ ആകണം. അതാണ് എഫെസ്യ ലേഖനം നൽകുന്ന പാഠം. രണ്ടാമത്തെ വാചകം ക്രിസ്തുവിൽ സന്തോഷിക്കുക എന്നതാണ്. റിജോയ്സ് ഇൻ ക്രൈസ്റ്റ് എന്നതാണ്. ക്രിസ്തുവിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ക്രിസ്തുവിൽ. നമ്മുടെ സ്വന്തം തണ്ടപ്പേരിൽ തീരെഴുതി കിട്ടിയ ഭൂമികയിലോ നമ്മൾ പടുത്തുയർത്തിയ വർണ്ണാഭമായിരിക്കുന്ന കെട്ടിട സമുച്ചയങ്ങളിലോ നമ്മുടെ തലമുറ വിദേശത്തു നിന്ന് നേടിത്തരുന്ന റിയാൽ, ദിർഹം, ദറംസ്, ഡോളർ, യൂറോ, പൗണ്ട്, ഷേക്കൽ അടക്കമുള്ള വിദേശ നാണ്യങ്ങളിലോ ഒന്നുമല്ല നമ്മുടെ സന്തോഷം. പിന്നെ നമ്മുടെ സന്തോഷം നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, പ്രാണനാഥൻ, നമ്മുടെ രക്ഷാ നായകനില്ല. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എന്ത് വന്നാലും വേർപിരിയില്ല, നോ ടേണിംഗ് ബാക്ക് എന്ന പ്രതിഷ്ഠയും തീരുമാനവും ആ ഉജ്ജ്വലമായ പ്രഖ്യാപനത്തിനുടമകളായി മുൻപോട്ട് പോകാൻ കഴിയണം. അതാണ് ക്രിസ്തുവിൽ സന്തോഷിക്കുക എന്ന് പറയുന്നത്. മൂന്നാമത്തെ വാചകം കൊലോസ്യ ലേഖനവുമായി ബന്ധപ്പെട്ട ക്രിസ്തുവിൽ തികയുക എന്നതാണ്. ഫുൾനെസ് ഇൻ ക്രൈസ്റ്റ് എന്നതാണ്. ക്രിസ്ത്യ ജീവിതം പാതി പണിത് നടക്കുന്നതല്ല. ക്രിസ്ത്യ ജീവിതം അതിൻ്റെ തികവിലേക്ക് വരണം. ക്രിസ്ത്യ ജീവിതം ക്രിസ്തുവിൽ തികയണം. കാരണം തികവുള്ള ഒരാളത്വം, തികവുള്ള ഒരു മഹത്വപൂർണമായ ആളത്വമായിരുന്നു ക്രിസ്തു. ക്രിസ്തുവിൽ ഏതാ പാതി നിങ്ങൾ കണ്ടിട്ടുള്ളത്? തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാത്ത ഏത് മണ്ഡലമാണ് ഉള്ളത് ക്രിസ്തുവിൽ? വിശുദ്ധിയുടെ തികവ്, അനുസരണത്തിൻ്റെ തികവ്, അറിവിൻ്റെ തികവ്, ആത്മീയതയുടെ തികവ്, പിതാവുമായി ബന്ധത്തിൻ്റെ തികവ്, തന്നോട് കൂടെയുള്ള വ്യക്തികളുമായിട്ടുള്ള സുതാര്യ ബന്ധത്തിൻ്റെ തികവ്. ക്രിസ്തുവിൻ്റെ തികവുകൾ എണ്ണിയാൽ ധാരാളമുണ്ട്. അതേപോലെ തന്നെ നാം തികഞ്ഞവരായി മാറണം ക്രിസ്തുവിൽ. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഈ കൺവെൻഷനിൽ വന്ന് സംബന്ധിക്കുന്ന മുഴുവൻ ആളുകളും ആത്മീയതയിൽ തികഞ്ഞവരാകണമെന്ന് ആഗ്രഹിക്കുന്നു. ഏറ്റവും വലിയ തികവ് അനുസരണത്തിലാണ്. 2 കൊരിന്ത്യർ 10:6 നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരണം. അടുത്ത തികവ് വിശുദ്ധിയിലാണ്. 2 കൊരിന്ത്യർ 7:1 വിശുദ്ധിയെ തികച്ചുകൊള്ളണം. അടുത്ത തികവ് സ്നേഹത്തിൻ്റെതാണ്. 1 യോഹന്നാൻ 2:5 സ്നേഹത്തിൽ തികയണം. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറിക്കാൻ പാടാണേ ഉദ്ദേശി. 1 പറയണേന്ന് നിങ്ങളുടെ ചിലരുടെ മുഖം എന്നോട് സംവദിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ തികവ് എവിടെയെങ്കിലുമൊക്കെ പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് ഉപകരിക്കുന്ന, അതുകൊണ്ട് 1 പറയണേ എന്ന് പറയാതെ പറയുന്ന മുഖങ്ങളെ ഞാൻ കാണുന്നു. അതുകൊണ്ട് ഒന്നുകൂടെ പറയാം. ആദ്യത്തെ തികവ് എന്ന് പറയുന്നത് അനുസരണത്തിൻ്റെ തികവ. 2 കൊരിന്ത്യർ 10:6 2 കൊരിന്ത്യർ 10:6 അനുസരണത്തിൻ്റെ തികവ്. ക്രിസ്തുവിൽ നാം തികയുമ്പോൾ ക്രിസ്തു ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് നാമം അനുസരണത്തിൽ തികയണം. രണ്ടാമത്തേത് വിശുദ്ധിയുടെ തികവാണ്. വിശുദ്ധി ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ പോരാ, സർവാത്മന വിശുദ്ധരാകണം. ജഡത്തിൽ വിശുദ്ധി വേണം, ആത്മാവിൽ വിശുദ്ധി വേണം, ദേഹിയിൽ വിശുദ്ധി വേണം, നോട്ടത്തിലും പ്രവൃത്തിയിലും വാക്കിലും വിശുദ്ധി വേണം, ബന്ധങ്ങളിൽ വിശുദ്ധി വേണം, സാമ്പത്തികത്തിലും ദാമ്പത്തികത്തിലും വിശുദ്ധരാകണം. 2 കൊരിന്ത്യർ 7 അതിൻ്റെ 1 പ്രൈസ് ആൻഡ് വർഷിപ്പിൽ വിശുദ്ധി സൂക്ഷിക്കുന്ന ആളുകളുണ്ട്. താളമുള്ള പാട്ടുപാടിയൽ ആത്മീയതയുടെ പൂർണ്ണത. പക്ഷെ അവരുടെ ദാമ്പത്യ ജീവിതം ഏതാണ്ട് വിവാഹമോചനത്തിൽ ഒപ്പിട്ടിട്ടില്ലെന്നുള്ളതേ ഉള്ളൂ. ഏതാണ്ട് അതുപോലൊക്കെ കഴിഞ്ഞുകൂടുക. മറ്റുള്ളവരുമായിട്ട് ഇടപാടില്ല, അപ്പനുമായി വലിയ ബന്ധമില്ല, അമ്മയുമായി വലിയ ബന്ധമില്ല, സഹോദരങ്ങളുമായി വലിയ ബന്ധമില്ലാതെ അകന്നകന്നു പോകുന്നവർ, ഇടവകയുമായി വലിയ ബന്ധമില്ലാതെ പോകുന്നവർ. അതാണ് വിശുദ്ധിയുടെ തികവെന്ന് പറഞ്ഞാൽ. വിശുദ്ധമായ ബന്ധത്തിൻ്റെ ആ ഊഷ്മളതയും അതിൻ്റെ പരിപാവനതയും പവിത്രതയും അനന്യതയും നീതിയും സത്യസന്ധതയുമാണ്. ഇപ്പോൾ വിശുദ്ധിയിൽ തികയണം. അടുത്ത തികവ് സ്നേഹത്തിൻ്റെ തികവാണ്. 1 യോഹന്നാൻ 2:5 ദൈവസ്നേഹം വാസ്തവമായി നിങ്ങളിൽ തികയണം. കണ്ടോ, കൊലോസ്യ ലേഖനം പറയുന്ന തികവ് അതിശ്രേഷ്ഠമായ തികവാണ്. അടുത്തത് ദൈവഹിതത്തിൽ നാം തികയണം. ദൈവഹിതത്തിൽ കൊലോസ്യ ലേഖനം 4:12 ദൈവഹിതം സംബന്ധിച്ചൊക്കെയും നിങ്ങൾ പൂർണ്ണ നിശ്ചയം, നിങ്ങൾ തികഞ്ഞവരും പൂർണ്ണ നിശ്ചയമുള്ളവരുമാകണം. അപ്പോൾ ഈ വിധമായിരിക്കുന്ന തികവ്. അടുത്ത പൗലോസ് പറയുന്ന വേറൊരു തികവുണ്ട്. സുവിശേഷത്തിൻ്റെ പ്രവൃത്തി തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ, എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. അപ്പോസ്തലപ്രവൃത്തി 20:24 ശുശ്രൂഷ തികയ്ക്കുക. ശുശ്രൂഷ ഇടയ്ക്കിട്ടിട്ട് പോകരുത്.
ദേമാസിനെ പോലെ, യൂദായെ പോലെ ഇടയ്ക്കിട്ടിട്ട് പോകേണ്ടതല്ല. ഫിലേത്തോസും ഹുമനയോസും വിശ്വാസക്കപ്പൽ തകർത്ത ശുശ്രൂഷ ഇടയ്ക്ക് അന്യം വരുത്തിപ്പോയവര്. പക്ഷെ നമ്മെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ തികയ്ക്കണം. എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഒത്തിരി പേര് തികയ്ക്കാതെ ഇടയ്ക്കിട്ടിട്ട് പോയപ്പോൾ അവരുടെയൊക്കെ ഭീകരമായിരിക്കുന്ന അസ്ഥികൂടങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ടെന്ന പോലെ പറയണം. പൗലോസ് പറയുന്നു, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു. അത് പറഞ്ഞുകൊണ്ട് കണ്ണടയ്ക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് കൊലോസ്യ ലേഖനത്തിൽ എൻ്റെ ചിന്തകൾക്ക് വേണ്ടി നാം കാതോർക്കേണ്ടത്. അപ്പോൾ എഫെസ് ലേഖനം ക്രിസ്തുവിൽ വസിക്കുക, ഫിലിപ്പിയ ലേഖനം ക്രിസ്തുവിൽ സന്തോഷിക്കുക, കൊലോസ്യ ലേഖനം ക്രിസ്തുവിൽ തികയുക എന്നതാണ്. അടുത്തതാണ് ഫിലേമോന്റെ ഏകാധ്യായ ലേഖനം. അതിനകത്തൊരു പ്രമുഖ ചിന്ത, 25 വാക്യങ്ങളെ കാച്ചിക്കുറുക്കിയെടുത്താൽ കിട്ടുന്ന ആത്മീയ സാരസത്ത് ക്രിസ്തുവിൽ വഹിക്കുക എന്നതാണ്. ക്രിസ്തുവിൽ വഹിക്കണം. വഹിക്കുക, വഹനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുക. വഹിക്കുക എന്ന മലയാള പദം തെറ്റിദ്ധരിക്കരുത്. അവൻ എന്നെ വഹിച്ചിട്ട് പോയി എന്ന് പറയുന്ന വഹിപ്പീരല്ല ഇത്. ക്രിസ്തുവിൽ ഉൾക്കൊള്ളുക എന്നതാണ് എൻ്റെ അർത്ഥം. ജാതിയോ മതമോ നിറമോ കുലമോ കുടുംബമോ വർണ്ണമോ വർഗമോ നോക്കാതെ ഏത് വ്യക്തിയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഉൾക്കൊള്ളാൻ കഴിയണം. ആ മനസ്സുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അവൻ ഇന്നതായ ഇനം, അവൻ ഇന്ന സംഘടനയിലെ, അവൻ ഇന്ന ദേശത്തെ, അവൻ ഇന്ന ഭാഷയുടെ, അങ്ങനൊന്നും ചിന്തിക്കാതെ, വിഭാഗീയത മനോഭാവമില്ലാതെ എല്ലാവരെയും ക്രിസ്തുവിൽ ഉൾക്കൊള്ളാനുള്ള കഴിവ്. അതാണ് ഫിലേമോന്റെ ലേഖനത്തിൽ. നീഗ്രോ ട്രൈബാണ്. നീഗ്രോ ട്രൈബായ ആഫ്രിക്കക്കാരൻ ഒനേസിമോസിനെ കുറിച്ച് പൗലോസ് അതിനകത്തൊരു പ്രയോഗം പറയുന്നുണ്ട് ഫിലേമോന്റെ ലേഖനത്തിൽ. എൻ്റെ പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. ഓ, എന്നാ സവിശേഷമായ പ്രയോഗം അതെന്നറിയാം. എബ്രാഹിമിൽ ജനിച്ച എബ്രാഹിം 8-ാം നാൾ പരിച്ഛേദനയേറ്റവൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ എന്നൊക്കെ തൻ്റെ കാസ്റ്റ് ഐഡന്റിറ്റി പറയുന്ന പൗലോസ് ഫിലേമോനോട് റെക്കമെൻഡേഷൻ ചെയ്യുമ്പോൾ ഒനേസിമോസിനെ കുറിച്ച് പറയുന്ന അവൻ എൻ്റെ പ്രാണപ്രിയനാണ്. നീഗ്രോയ, അതൊന്നും എനിക്ക് വിഷയമല്ല. ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവൻ എൻ്റെ പ്രാണപ്രിയനാണ്. എത്ര പേർക്ക് അതിന് സ്വോത്രം പറയാൻ പറ്റും? തെക്കനെന്നും വടക്കനെന്നും മലയാളി എന്നും തമിഴനെന്നും കോൺഗ്രസ്സുകാരനെന്നും BJP-കാരനെന്നും കമ്മ്യൂണിസ്റ്റുകാരനെന്നും IPC-കാരനെന്നും ഷാരോങ്കാരനെന്നും ചർച്ച കൂടുകാരൻ, അസംബ്ലീസ് കൂടുകാരൻ, UGMI-കാരൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടെ തരംതിരിച്ച് വിഭാഗികതയുടെ മതിൽക്കെട്ട് പണിയുമ്പോൾ ഫിലേമോന്റെ ലേഖനം പറയുകയാണ്, അവൻ എൻ്റെ പ്രാണപ്രിയനാണ്. മനുഷ്യത്വം നഷ്ടപ്പെട്ടൊരു കാലത്ത് നമ്മൾ എത്തി നിൽക്കുമ്പോൾ മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും മഹത്തായിരിക്കുന്നൊരു ധ്യാനം നമുക്ക് തരുന്നു ഫിലേമോന്റെ ലേഖനം. ക്രിസ്തുവിൽ ഉൾക്കൊള്ളുക. അപ്പം ഈ 4 വാചകങ്ങൾ കാരാഗ്രഹ ലേഖനങ്ങളുടെ ആന്തരിക പ്രമേയത്തിൻ്റെ ഭാഗമാണ് എന്ന് ഓർമ്മിപ്പിച്ച് മുഖവരയുടെ എല്ലാ വാക്കുകൾക്കും ഇവിടെ വിരാമമാകുന്നു. അപ്പോൾ ഇത്രയും നേരം മുഖവരയായിരുന്നെന്ന് മനസ്സിലായോ? ഇനിയാണ് നമ്മൾ വചനം പഠിക്കാൻ പോകുന്നത്. സന്തോഷമാണോ ഇന്ന് രാത്രി 10-12 മണി വരെ ഇരിക്കാൻ സന്തോഷമാണോ എന്ന് എൻ്റെ ചോദ്യം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ നിങ്ങളെ മഹോദരത്തിലേക്ക് കൊണ്ടുപോകത്തില്ല. നമുക്ക് അല്പസമയം കൂടെ തിരുവചനം ധ്യാനിക്കാൻ കർത്താവ് കൃപ തരട്ടെ. പ്രൈസ് ദ ലോർഡ്. ലേഖനങ്ങളെക്കുറിച്ചുള്ള ആധികാരിക പഠനം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഇതിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ബിനോയ് സാറ്, ഞങ്ങളെല്ലാം കൂടി ഒരുമിച്ചുള്ള ഒരു ബൈബിൾ ട്രെയിനിങ് സെൻ്ററുണ്ട്. വാട്സപ്പിലൂടെ വചനം പഠിക്കാൻ നിങ്ങൾക്ക് നല്ല സൗകര്യമാണ്. താല്പര്യമുള്ളവർ ബിനോയ് സാറുമായിട്ട് ബന്ധമായാൽ മതി. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കപ്പെടും. വാട്സപ്പിലാണ്. അതുമായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ 6 മുതൽ 7 വരെ നല്ല സമയമാണ്. ഉറക്കമുണർന്ന് വരുമ്പോഴേ മന്ന വെറുക്കാൻ. വെറുതെ കേട്ടുകൊണ്ടിരുന്നാൽ മതി. അധ്യാപകർ നിങ്ങൾക്ക് ഓരോ ദിവസവും വ്യത്യസ്തമായ വിഷയങ്ങൾ, അതിൽ ലേഖനങ്ങൾ മുഴുവനും ഞാനാണ് കൈകാര്യം ചെയ്യുക. ബിനോയ് സാറ് അതിപ്രധാനമായി മറ്റൊരു കാലിക വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരി അധ്യാപകരുണ്ട്. എല്ലാ ദിവസവും ഞായറാഴ്ച ഒഴികെ, ശനിയും ഞായറും ഒഴികെ ബാക്കി 5 ദിവസങ്ങളിലും ആ ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കും അതിനകത്ത് പ്രവേശിക്കാം. പരീക്ഷ, ഗ്രാജുവേഷൻ, സർട്ടിഫിക്കറ്റ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കപ്പെടും. വചനം പഠിക്കാൻ അറിയാവുന്ന ആഗ്രഹമുള്ളവർക്ക്, നിർബന്ധത്താലല്ല. പിന്നെ ഫീസ് ഇനത്തിൽ എന്തോ ചെറിയൊരു സ്വോത്രകാഴ്ചയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വഹിച്ചുകൊണ്ട് പോകാമെന്നുള്ളതേ ഉള്ളൂ. വലിയ തുകയൊന്നുമല്ല. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ അതിന് കൂടെ നിങ്ങളെ ഞങ്ങൾ 2 പേരും കൂടി ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഇവിടെയൊക്കെ ചിലർ അത് പഠിക്കാനൊക്കെ ഉണ്ട്. റവറൻഡ് ഷിമോൻ എം ഷായിൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഞങ്ങളുടെ ഗ്രാജുവേഷന് സഭയായിട്ട് എത്തിയിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സംഗതിയാണ്. വിവിധ വിഷയങ്ങൾ, പ്രത്യേകിച്ച് ലേഖനങ്ങൾ ഒക്കെ പഠിക്കാൻ അത് ഉപകാരമാകും. ബിനോയ് സാറിനെ ഞാൻ നിങ്ങൾക്ക് ശുപാർശ ചെയ്യുന്നു. ഗോഡ് ബ്ലസ് യു. നമുക്ക് വായിച്ച വാക്യത്തിലേക്ക് വരാം. ദീർഘമായൊരു ഭാഗമാണ് വായിച്ചതെങ്കിലും അതിൻ്റെ 11-ാമത് വാക്യം ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വം. എവിടെ പ്രസംഗിച്ചാലും പാടിയാലും ഞങ്ങൾക്ക് പ്രധാന പ്രമേയം ക്രിസ്തു തന്നെയാണ്.
വേറെ ഓപ്ഷൻ ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ തുടങ്ങിയത്. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ പ്രസംഗിക്കുക. ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം കേൾക്കാൻ സന്തോഷമാണോ? ദൈവമക്കൾക്ക് ക്രിസ്തുവിനെക്കുറിച്ചും ലേഖനങ്ങളെക്കുറിച്ചൊന്നും അധികം കേട്ടുകൊണ്ടിരിക്കാൻ വലിയ സന്തോഷമില്ല. അങ്ങനെ ഉള്ളതുകൊണ്ടാണ് പ്രസംഗകർ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഇടയിലേക്ക് ഗോല്യാത്തിനെയൊക്കെ ഇറക്കി വിടുന്നത്. ഗോല്യാത്തിനെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷവും 400 അന്യഭാഷ പറയാൻ ഒരു ആവേശമൊക്കെ നിങ്ങൾക്കുണ്ടാവും. ഗോല്യാത്തുമായിട്ടല്ല ഞാൻ ഇന്ന് പ്രാവച്ചമ്പലത്ത് വന്നിരിക്കുന്നത്. കുടുംബന്നൂർ വന്നത് ഞാനും കർത്താവും കൂടെ നിൽക്കുകയാണ്. സന്തോഷത്തോടെ നമുക്ക് ഒരുമിച്ച് ഏറ്റെടുക്കണം. ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വം എന്താണ് എന്ന് നാം അറിയണം. എഫെസ് ലേഖനത്തിൽ സഭയുടെ തലയായ ക്രിസ്തു. ഫിലിപ്പിയ ലേഖനത്തിൽ വിശ്വാസിയുടെ സന്തോഷത്തിൻ്റെ ഉറവിടമായ ക്രിസ്തു. കൊലോസ്യ ലേഖനത്തിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായി നമ്മുടെ അകത്ത് വസിക്കുന്ന ക്രിസ്തു. ഫിലേമോന്റെ ലേഖനത്തിൽ നല്ല ജാമ്യക്കാരനായി ക്രിസ്തു. അങ്ങനെ 4 ലേഖനങ്ങളിലും കാരാഗ്രഹ ലേഖനങ്ങളിൽ ക്രിസ്തുവിൻ്റെ ബഹുവിധമായ വർണ്ണചിത്രങ്ങൾ, വർണ്ണാസ്തിത്വ വിളംബരങ്ങൾ, ആവിഷ്കാര ഭംഗി നമുക്ക് കാണാൻ കഴിയും. അതിൽ കൊലോസ്യ ലേഖനത്തിൽ മാത്രം പ്രതിപാദിക്കുന്ന ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ ഔന്നത്യത്തെയാണ് ഞാൻ അക്കമിട്ട് നിരത്തുന്നത്. ക്രിസ്തുവിനെ സഖാവ് ക്രിസ്തു, മാക്സ് ഏംഗൽസ് അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരോടൊപ്പം, ചെഗുവേര അടക്കമുള്ളവരുടെ ചിത്രത്തോടൊപ്പം മൈക്കലാഞ്ചലോ വരച്ച ക്രിസ്തുവിൻ്റെ ചിത്രം എടുത്തു വെച്ചിട്ട് അടിയിൽ സഖാവ് ക്രിസ്തു എന്നൊക്കെ കമ്മ്യൂണിസ്റ്റ് ആദർശവാദികൾ പറയാറുണ്ട്. കുറ്റമല്ല, ക്രിസ്തു ഒരു സഖാവ് തന്നെയാണ്. എം ഇ ചെറിയാച്ചൻ സാറ് പാടിയൊരു പാട്ടിനകത്ത് എൻ്റെ ആത്മസഖാവാണ് ക്രിസ്തു എന്ന് പാടിയിട്ടുണ്ട്. നല്ല ചിന്തയാണത്. ഇവിടെ തീയുണ്ട കൊണ്ട്, വാളുകൊണ്ട്, ഇൻഖുലാബ് കൊണ്ടൊക്കെ വിപ്ലവമുണ്ടാക്കാൻ പലരും പരിശ്രമിക്കുമ്പോൾ സ്നേഹം കൊണ്ട് വിപ്ലവമുണ്ടാക്കിയ ഒരേ ഒരു വിപ്ലവകാരി ക്രിസ്തു തന്നെയാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ സഖാവ് എന്ന് പറയുന്നതിനകത്ത് ഞങ്ങൾക്ക് ആക്ഷേപമൊന്നുമില്ല, അഭിമാനം തന്നെയാണ്. ക്രിസ്തു ഒരു സഖാവ് തന്നെയാണ്, ആത്മസഖാവാണ് എന്ന് സമ്മതിക്കുന്നു. പക്ഷേ അതിനെല്ലാം അപ്പുറം ക്രിസ്തുവിനെ ഒരു മാൻഡ്രേക്കായിട്ടോ, ഒരു മര്യാദ മനുഷ്യനായിട്ടോ, എന്തെങ്കിലും ഇന്ദ്രജാല മഹേന്ദ്രജാല പ്രവർത്തികൾ ചെയ്യുന്ന ഒരു മാന്ത്രികനായിട്ടോ ഒക്കെ ആളുകൾ അങ്ങനെ പറയാറുണ്ട്. പക്ഷെ അതിനെല്ലാം അപ്പുറം വേദപുസ്തകത്തെ നെഞ്ചോടടുപ്പിച്ചിട്ട് ക്രിസ്തുവിൻ്റെ ഔന്നത്യം, ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വം പറയാൻ ഞാൻ ഹൈ ക്രിസ്റ്റോളജിയുടെ ചില വാക്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. എന്നിട്ട് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 12 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ അടുക്കടുക്കായി പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മഹത്വത്തെ ഒന്ന് തൊട്ടുണർത്തി മുൻപോട്ട് പോകാം എന്നാഗ്രഹിക്കുകയാണ്. ഹൈ ക്രിസ്റ്റോളജി എന്നൊരു പ്രയോഗമുണ്ട് വേദപുസ്തക പഠനത്തിൽ. ഹൈ ക്രിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ ഉന്നത ക്രിസ്തു വിജ്ഞാനീയം. കേട്ടിട്ടുണ്ടോ അങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ? ഹൈ ക്രിസ്റ്റോളജി, ഉന്നത ക്രിസ്തു വിജ്ഞാനീയം. അതറിയാൻ വയ്യാത്ത പലരുമാണ് ഈ കഥകളിലും ഉപമകളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആകപ്പാടെ നിന്ന് സമയം കളയുക. ഹൈ ക്രിസ്റ്റോളജിയാണ് ജനം അറിയേണ്ടത്. ഏലിയാവും ഗോല്യാത്തും ദാവീദും പഴയ നിയമ യുദ്ധങ്ങളും സംഭവങ്ങളും ഒക്കെ നല്ലതാണ്. പക്ഷേ അതെല്ലാം നിൽക്കുന്നത് ക്രിസ്തുവിൻ്റെ ഔന്നത്യം പറയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് വേദപുസ്തക പഠനത്തിൽ ഹൈ ക്രിസ്റ്റോളജിയെ നമ്മൾ നിരുപാധികം ഏറ്റെടുക്കണം. ഞാൻ ഈ പറയുന്ന വാക്യങ്ങൾ ശ്രദ്ധിച്ചോണം, വായിപ്പിക്കാൻ നേരമില്ല. ഹൈ ക്രിസ്റ്റോളജിയുടെ ഏറ്റവും സമുന്നതമായൊരു വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ ആഴമേറിയ മഹത്വം വെളിപ്പെടുത്തുന്നൊരു വാക്യഭാഗമാണ് 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള 18 വാക്യങ്ങൾ. അതിന് പേര് കൊടുക്കണം ഹൈ ക്രിസ്റ്റോളജി, ഉന്നത ക്രിസ്തു വിജ്ഞാനീയം. അടുത്ത വാക്യമാണ് എഫെസ് ലേഖനം 1-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. വായിപ്പിക്കാത്തത് കൊണ്ട് വാക്യത്തെ നിങ്ങൾ അവഗണിക്കരുത്, പരിഗണിക്കണം. ആ വാക്യങ്ങൾ കുറിക്കാൻ വേണ്ടി ഞാൻ തഞ്ചമായി പറയുക. എഫെസ് ലേഖനം 1-ന്റെ 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ പറയുന്നത് ക്രിസ്തു സത്യ ദൈവമാണ് എന്നതാണ്. ആ ദൈവമാണ് ജഡമെടുത്ത് നമ്മുടെ ഇടയിൽ പാർത്തതെന്നാണ് പറയുക. എഫെസ് ലേഖനകാരൻ പറയുന്നത് ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയുടെ വ്യാപാരം ക്രിസ്തുവിലേക്ക് വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അതിന് സ്വോത്രം പറഞ്ഞില്ലല്ലോ നിങ്ങൾ? മരിച്ചുപോയി എന്ന് യഹൂദന്മാർ വിധി എഴുതിയ, റോമാ ഗവൺമെന്റ് വിധി എഴുതിയ, ക്രിസ്തു വിരോധികളായിരിക്കുന്ന ആളുകൾ, അപ്പോസ്തല വിരോധികളായിരുന്ന ആളുകൾ വിധി എഴുതിയ ആ അവസ്ഥ കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ച് റൂമാലും ശീലകൾ കൊണ്ട് പൊതിഞ്ഞ് വൈദ്യവിധി പ്രകാരം അഖിലും മൂറും കൊണ്ടുള്ള സുഗന്ധക്കൂട്ടിട്ട് കഴിഞ്ഞ പിന്നീട് പെട്ടി തുറക്കാൻ പറ്റില്ല. കല്ലും കൂടെ ഉരുട്ടി വെച്ച് 8 ടൺ ഭാരമുള്ള കല്ല്, അതോടെ തീർന്നു എന്നാണ് കരുതിയത്. അതോടെ തീർന്നു എന്ന് കരുതി. പക്ഷേ അങ്ങനെ തീർന്നില്ല. അവിടെ നിന്ന് കർത്താവ് ഉയർത്തു വന്നു. അവനെ എവിടെയാക്കിയോ ആ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു.
ഇന്ന് രാത്രി ഞാനൊരു തത്വം നിങ്ങളോട് പറയാം, ഒരു സത്യം നിങ്ങളോട് പറയാം. ആ ശക്തിയാണ് നമ്മിൽ വ്യാപരിക്കുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമ്മെ ചിലതിനിടയിൽ നിന്ന് ഉയർപ്പിക്കാൻ കഴിയുന്ന ദൈവശക്തി ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? നമ്മെ ഇട്ട് തകർക്കുന്ന, തളർത്തുന്ന, നമ്മെ കുച്ചുവിലങ്ങിട്ട് വ്യാപരിപ്പിച്ച് നീ പുറത്തു വരരുതെന്ന് പറഞ്ഞ് ദുർമന്ത്രവാദ ശക്തിയുടെ കെട്ടുപാടിനകത്ത് നമ്മളെ കുരുക്കിയിടുവാൻ ദുഷ്ടശക്തി ശ്രമിക്കുമ്പോൾ എഫെസ്യ ലേഖനം 1:20 മറക്കരുത്. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മെ ചില പ്രതിസന്ധികളുടെ ഇടയിൽ നിന്ന് പൊക്കിക്കൊണ്ടുവരുന്നതാണ്. ഇവിടെ ഇരിക്കുന്നവരും പുറത്ത് നിൽക്കുന്നവരും അതേപോലെ ഓൺലൈനിൽ ശ്രദ്ധിക്കുന്നവരും കേട്ടോണം. ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് താങ്കളുടെ പോക്കറ്റിലെ റിയാലോ, ദീർഘമോ, യൂറോയോ, ഡോളറോ ഒന്നുമല്ല, താങ്കളിൽ വ്യാപരിപ്പിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരമാണ്. അത് അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല, ദുഷ്ടശക്തിയുടെ അടങ്ങെന്ന് പറയാൻ വേണ്ടിയും കൂടെയാണെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? തച്ചിന് കുത്തിയിരുന്ന് ചെയ്തു കൂട്ടുന്ന ദുർമന്ത്രവാദ ശക്തിയോടെ യേശുവിന്റെ നാമത്തിൽ കടക്ക് പുറത്ത് എന്ന് പറയാനും കൂടിയുള്ള ശക്തിയാണത്. നിന്നെ തകർക്കാൻ ശ്രമിക്കുന്ന, തളർത്താൻ ശ്രമിക്കുന്ന, നിന്റെ തലമുറയ്ക്ക് എഴുന്നേറ്റമുണ്ടാക്കാതിരിക്കേണ്ടതിന് വല്ലാത്ത പണിപ്പാട് ചെയ്യുന്ന, ദുഷ്ടവ്യാപാരത്തോട് അടങ്ങാൻ പറയുന്ന, എടുക്കുന്നതിന്റെ തന്ത്രമെന്ന് പറയുന്ന, എൻ്റെ കാമ്പൗണ്ടിന് വെളിയിൽ പോ എന്ന് പറയുന്ന, അതിന് നീ വേറെ ആരെയും വാടകയ്ക്കെടുക്കണ്ട, നമ്മിൽ വ്യാപരിപ്പിക്കുന്ന ശക്തി കൊണ്ട് ദൈവത്തിനത് കഴിയും. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് കർത്താവിനെ സ്തുതിക്കട്ടെ. ഈ രാത്രി ഒരു വലിയ വിടുതൽ വ്യാപരിക്കണം. ചിലതിന് ഇടയിൽ നിന്ന് ജീവിതങ്ങൾ പുറത്തു വരാനിടയാകണം. ചില കെട്ടുപാടിനെ പൊട്ടിച്ച് ചില ജീവിതങ്ങൾ പുറത്തു വരണം. നിന്നെ ഭീഷണിപ്പെടുത്തുന്ന, നിന്നെ ഒതുക്കാൻ ശ്രമിക്കുന്ന, നിന്നെ അടച്ചിടാൻ ശ്രമിക്കുന്ന ചില പോരാട്ടങ്ങളെ പൊട്ടിച്ച് പുറത്തു വരുത്തുവാൻ കഴിയുന്ന ഒരു ശക്തിയുടെ വ്യാപാരമുണ്ട്. അതാണ് എഫെസ്യ ലേഖനത്തിൽ വ്യാപരിക്കുന്ന ദൈവശക്തി. ക്രിസ്തുവിനെ ഏറ്റവും ഉയർത്തി, ഏതെങ്കിലും 1-2 സംഗതികളിലല്ല, അവനെ ഏറ്റവും ഉയർത്തി പിതാവിന്റെ വലഭാഗെ ഇരുത്തി ജീവനായ ദൈവത്തിന്റെ സഭയുടെ തലയാക്കി അവനെ വെച്ചു. ആ ശക്തി വ്യാപരിപ്പിച്ച ക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ മഹത്വം വെളിപ്പെടുത്തിയിരിക്കുന്നത് എഫെസ്യ ലേഖനം 1:20 മുതൽ 23 വരെ. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? വിടുതൽ ആഗ്രഹിക്കുന്നവരെ കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് നിങ്ങൾ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആ വിടുതൽ നടക്കും. നിങ്ങൾ ഏത് രോഗിയെ പരിചരിച്ചിട്ടാണോ വന്നത്, ആ രോഗിക്ക് വിടുതൽ സംഭവിക്കാനിടയാകും. നീ വിഷമിക്കുന്ന നിന്റെ സാമ്പത്തിക മണ്ഡലത്തിലൊരു വിടുതൽ, അതിനിടയിൽ നിന്ന് നിന്നെ പൊക്കിക്കൊണ്ട് വരാൻ കഴിയുന്നൊരു ശക്തി ഈ പന്തലിനകത്ത് വ്യാപരിക്കുകയാണ്. ഒരു തുള്ളി മഴ പോലും പെയ്യാതെ ഇന്ന് രാത്രി ദൈവം ഈ യോഗത്തെ ധന്യമാക്കിയത് ഈ ശക്തിയുടെ വ്യാപാരത്തെ ഇവിടെ ഈ വേദിയിൽ നിന്ന് അങ്ങ് പുറത്തേക്ക്, അവിടെ നിന്ന് ഇങ്ങോട്ട് വ്യാപരിപ്പിക്കേണ്ടതിന് വേണ്ടിയാ. വീട്ടിൽ ചെല്ലുമ്പോൾ ചില വിടുതലുകൾ അനുഭവിക്കാനിടയാകും. വിട്ടുകൊടുത്ത് ദൈവത്തെ ഒന്ന് ആരാധിക്കുക. സമയം നോക്കണ്ട. ഈ രാത്രിയിൽ ദൈവശക്തിയുടെ വ്യാപാരം ഈ ദേശത്തുണ്ടാകുക. ഈ മണ്ണ് എൻ്റേതാണെന്ന് വാദിക്കുന്ന ചില പോരുകളുണ്ട്. ഇവിടുത്തെ കുടുംബങ്ങൾ എൻ്റേതാണെന്ന് വാദിക്കുന്ന ചില പോരാട്ടങ്ങളുണ്ട്. ഇന്ന് രാത്രി അത് വെട്ടി മാറുകയാണ്. ഇന്ന് രാത്രി ആ ചങ്ങല അഴിഞ്ഞു മാറുകയാണ്. ചില ശരീരത്തിൽ നിന്ന് അന്ധകാര ശക്തി പുറത്തു പോകുകയാണ്. ചില രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിയുകയാണ്. നിന്നെ ചിലതിന് ഇടയിൽ നിന്ന് പൊക്കാൻ യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഓൺലൈനിൽ വിടുതൽ സംഭവിക്കുന്നുണ്ട് കേട്ടോ. ഏൽപ്പിച്ചു കൊടുത്ത് വെറുതെ കേൾക്കാനിരിക്കരുത്. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് വചനത്തോടൊന്ന് ഏകീഭവിക്കാൻ നിൽക്ക്. അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നൊരു വിടുതൽ വ്യാപരിക്കുകയാ. യേശുവിന്റെ മഹത്വത്തിന്റെ വല്ലഭത്വം. Thank you, Jesus. Hallelujah. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹൈ ക്രിസ്റ്റോളജിയാണ്. എഫെസ്യ ലേഖനം 1:19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ആ 23-ാം വാക്യത്തിലേക്ക് കയറി തൊട്ടാൽ ഇന്ന് രാത്രി സമയത്ത് വീട്ടിൽ പോക്കുണ്ടാകത്തില്ല. എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായ അവനെ നമുക്ക് തന്നിരിക്കുകയാണ്. എവിടാ ശൂന്യത? എവിടാ ശൂന്യത? പോക്കറ്റാണോ? എവിടാ ശൂന്യത? ശുശ്രൂഷിക്കുന്ന സഭാ ഹോളാണോ ശൂന്യമായിരിക്കുന്നത്? അത് നിറയ്ക്കാൻ കഴിയുന്ന ഒരുവനാ കർത്താവൻ. ഏറിയ നാളുകളായി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ഒത്തിരി പണം ചെലവഴിച്ച് ഒത്തിരി വിതച്ചിട്ടും ഒരാത്മാവ് പോലും പുതുതായി കയറുന്നില്ലെന്നുള്ള പരാതിയാണോ? നിറയ്ക്കുന്നവന്റെ നിറവായവനാ തലയായത്. ആ കർത്താവ് നിറയ്ക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്ക്. നടത്തിയ യോഗങ്ങൾ, കൊടുത്ത ട്രാക്റ്റുകൾ, കയറിയിറങ്ങിയ വീട്ട് സന്ദർശനങ്ങളും ആത്മാക്കളായി പരിണമിക്കുന്നില്ലല്ലോ എന്നുള്ള വേദന നെഞ്ചകത്തിനകത്ത് വിങ്ങാൻ തുടങ്ങിയിട്ട് കാലമൊത്തിരിയായി. കർത്താവ് നിറയ്ക്കാൻ പോകുക ഈ ദിവസങ്ങളിൽ. 2023 ആണ്ട്
തീരുന്നതിന് മുൻപ് ചില ദിവസങ്ങളുടെ ബാക്കിയുണ്ട്. ചില പുതിയ ആത്മാക്കളെ കൂടെ കാണാൻ ദൈവം കൃപ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞാൽ അത് വെറുതെ സ്തോത്രം പറയിപ്പിക്കാനുള്ള വാചകമല്ല. ആത്മനിറവോടെ ഇന്ന് രാത്രി പ്രഖ്യാപനം ചെയ്യുന്നു. നെഞ്ചിന്റെ വിങ്ങല് മാറ്റി ചില ആത്മാക്കളെ നൽകി ദൈവം അനുഗ്രഹിക്കാൻ പോകുക. എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായവൻ. യെസ്, ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ടോ ഇന്ന് രാത്രി? അത് ഹൈ ക്രിസ്റ്റോളജിയാ കേട്ടോ. ഈ വേദഭാഗങ്ങളൊക്കെ വായിക്കണ്ടേ. ഈ വേദഭാഗങ്ങളൊക്കെ നന്നായി ധ്യാനിക്കുമ്പം അകത്തേക്ക് വ്യാപരിക്കപ്പെടുന്നൊരു ക്രിസ്തു പരിജ്ഞാനമുണ്ടല്ലോ. അതെത്ര സുഖമുള്ളതെന്നറിയാമോ? ആമേൻ, ഹല്ലേലൂയ. ഷുഗറിന് ഗുളിക കഴിക്കുന്നതിനേക്കാൾ, പ്രഷറിന് ഗുളിക കഴിക്കുന്നതിനേക്കാൾ, അരിഷ്ടം കഴിക്കുന്നതിനേക്കാൾ, ലേഹ്യം കഴിക്കുന്നതിനേക്കാൾ 2 പ്രാവശ്യം എഫേസ്യ ലേഖനം 1:19-23 വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വായിച്ചു നോക്കിക്കേ. ചാടി എഴുന്നേക്കും. നീ സ്വോത്രം പറഞ്ഞ് ഇരുന്നോണ്ടായിരിക്കത്തില്ല, ചാടി എഴുന്നേറ്റ് സ്വോത്രം പറഞ്ഞ് ദൈവത്തെ ആരാധിക്കും. കാരണം നിറയ്ക്കുന്നവനാ നമുക്ക് കൈ തന്നത്, ശൂന്യമാക്കുന്നവനല്ല, നിറയ്ക്കുന്നവനാ കൈ തന്നത്. അടച്ചിട്ടേക്കുന്നവനല്ല, തുറന്ന് നിന്നെ പുറത്ത് കൊണ്ടുവരുന്നവനാ നമുക്ക് കൈ തന്നിരിക്കുന്നത്. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹൈ ക്രിസ്റ്റോളജിയുടെ 3-ാമത്തെ വാക്യം കേൾക്കണം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യമാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഹൈ ക്രിസ്റ്റോളജി. ദൈവമായിരുന്നവൻ ദൈവത്വം മാറ്റിവെച്ച് ഭൂതലത്തിലേക്ക് ഇറങ്ങി വന്നു, നമുക്ക് വേണ്ടി തിരുവവതാരം ചെയ്തു, പരമയാഗമായി മാറി, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ യേശുവിനെ ഏക അവതാരം എന്ന് പറയുന്നത്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? തല്ലാനും കൊല്ലാനും ചോര വാങ്ങാനും വന്നതല്ല യേശു. മനസ്സിലാകുന്നുണ്ടോ? നിന്റെ കീശയിലെ കാശ് പിടുങ്ങാൻ വന്നതല്ല. അവിടെ ഇവിടങ്ങളായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വഞ്ചിക നിറയ്ക്കാനുള്ള ഉപാധിയുമായി വന്നതല്ല യേശു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹവും യാതൊരു വ്യവസ്ഥ കൂടാതെ നമുക്ക് തരാൻ വന്നവനാ. തൻ്റെ ചോര അല്പമല്ല, അവസാനത്തെ തുള്ളിയും കൂടെ നമുക്ക് തരാൻ വേണ്ടി വന്നതാ. ആ വിവരത്തെക്കുറിച്ചാണ് പറയുക. 2-ാം അധ്യായം 6 മുതൽ 8 വരെ. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി. ദേ കേട്ടോണം, നാട്ടുകാർ കേട്ടോണേ. യേശുവിനെ ആരും ഓടിച്ചിട്ട് പിടിച്ച് ക്രൂശിച്ചൊന്നുമല്ല. പന്തവും കുന്തവും വാളും വടിയും ഒക്കെയായി വന്നവർ തെരഞ്ഞ് പരതി വന്നപ്പോ അവർ ഉയർത്തിപ്പിടിച്ച പന്തത്തിന്റെ വെട്ടത്തിലോട്ട് കയറി നിന്ന് നെഞ്ചു വിരിച്ച് എൻ്റെ പ്രാണനാഥൻ ചോദിച്ചു, ആരെ തിരയുന്നു? ആരെയാ തിരയുന്നേ? അപ്പൊ അവര് പറഞ്ഞു, സാർ ഞങ്ങൾ യേശുവിനെ തിരയുക. എൻ്റെ യേശു പറഞ്ഞ എന്താണെന്നറിയാമോ? നമ്മൾ ആരെങ്കിലും ആയിരുന്നേ പറഞ്ഞാലേ, ആഹാ നിങ്ങൾ താമസിച്ചു പോയി, ഇതുവരെ പുള്ളി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ ഇതുവഴി അങ്ങോട്ട് പോയതേ ഉള്ളെന്ന് പറഞ്ഞാൽ അവൻ പന്തവും കുന്തവും കൊണ്ട് അതുവഴി പോയേനെ. പക്ഷെ യേശു പറഞ്ഞത്, നിങ്ങൾ തിരയുന്ന യേശു ഞാനാണ്. എന്നെ ഡീസൻ്റ് എൻ്റെ കർത്താവ് എന്നറിയാം, എന്നെ മഹത്വം, അവൻ്റെ മാന്യത എന്നെ. അതിന് സ്വോത്രം പറഞ്ഞില്ലല്ലോ നിങ്ങൾ. അവനെ തെരഞ്ഞു വന്നവരോടാ പറയുക. തെരഞ്ഞു വന്നത് കൊണ്ടുപോയി രാജാവാക്കാനൊന്നുമല്ല, കൊണ്ടുപോയി കൊന്നുകളയാനാ. മനസ്സിലായി? തല്ലുകയും കൊല്ലുകയും തുപ്പുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയാ. അത് മുൻകൂട്ടി അറിയാവുന്ന പറയുക, നിങ്ങൾ തിരയുന്ന യേശു ഞാനാണ്. അതുകൊണ്ട് അടി പിടി കലാശം കത്തിക്കും, ചുട്ടുകളയും, വെട്ടിക്കണ്ടിക്കും, മുട്ടുകാല് തല്ലി ഓടിക്കും എന്നൊക്കെ പറയുമ്പോഴും ഞങ്ങൾ കയറി ഓളിക്കാത്തതിൻ്റെ കാരണം ഞങ്ങളുടെ പ്രാണനാഥൻ ഓളിച്ചില്ല, അവൻ പിടി കൊടുക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ഒരു പാരമ്പര്യമുണ്ടല്ലോ, ആ ഒരു അനുഭവത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് ഞങ്ങൾ. ചോദിച്ചു, ആരെ തിരയുന്നു? അവര് പറഞ്ഞു, നാസറേനായ യേശുവിനെ. അത് ഞാൻ തന്നെ. പിടി അങ്ങോട്ട് കൊടുത്തു. ദൈവമക്കളോട് മാത്രമായിട്ടൊരു കാര്യം പറയാം, അത് കേൾക്കാതെ പോകരുത്. ഏറെ നേരം പച്ചമണ്ണിൽ വീണ് കിടന്ന് പ്രാർത്ഥിച്ചു, വീണ് പ്രാർത്ഥിച്ചു. ആ പ്രയോഗം മറക്കരുതൊരിക്കലും. മർക്കോസ് 14:35 വാക്യമാണ്. അവൻ അല്പം മുൻപോട്ട് ചെന്ന് നിലത്ത് വീണ് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച്. എങ്ങനെ പ്രാർത്ഥിച്ച്? നിലത്ത് സോഫ കമ്പട്ടയിലും MFM കുർലോൺ മെത്തപ്പുറത്തും ഒക്കെ ഇരുന്ന് ഒരു പഞ്ഞിത്തലനെടുത്ത് മടി വെച്ച് എൻ്റെ പ്രിയ കർത്താവേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചില പെന്തക്കോസ് ജീവികളുണ്ട്. ഭിത്തിയിലോട്ട് ചാരി ഇരുന്ന് ഒരു പഞ്ഞിത്തലനെടുത്ത് ഭിത്തിക്കും നമുക്ക് ഇടയിലും വെച്ചോണ്ട് കാലുമൊക്കെ നീട്ടിയിരുന്ന്, എൻ്റെ കർത്താവേ അറിയാമല്ലോ സന്ധി വേദനയാണ്, അങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, പൊറുക്കണേന്നൊക്കെ പറഞ്ഞ് മുൻകൂർ ജാമ്യം എടുത്ത് ദിവാങ്കോട്ടയിൽ ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പുള്ളികളുണ്ട്. കസേരയിൽ ഈസി ചെയറിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും. യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ സ്റ്റൈൽ കണ്ടു. ദ സ്റ്റൈൽ ഓഫ് ഹിസ് പ്രയർ. വീണ് പ്രാർത്ഥിച്ചു, വീണ് പ്രാർത്ഥിച്ചു. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ചോദിക്കുക, ഏറ്റവും അവസാനം മുട്ടുകുത്തിയൊന്ന് പ്രാർത്ഥിച്ചിട്ട് എത്ര ആളായിരുന്നു പറ? +2 +1 ഒക്കെ പറ.
ഏറ്റവും അവസാനം മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് എത്ര കാലമായി? കട്ടില ഇരുന്നല്ല, കസേര ഇരുന്നല്ലാതെ മുട്ട് മടക്കി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എത്ര കാലമായി? മുഴങ്കാലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നല്ലേ വീണ് പ്രാർത്ഥിക്കുന്നു. ഞാൻ രഹസ്യം നിങ്ങളോട് പറയാം, ആത്മീക രഹസ്യം മറക്കരുത് ഒരിക്കലും. യേശു പച്ചമണ്ണിൽ വീണ് പ്രാർത്ഥിച്ചു. എത്ര നേരമെന്നറിയില്ല, കാരണം വരാനിരിക്കുന്ന പ്രതിസന്ധി അത്രയ്ക്ക് ഭീകരമാണ്. ക്രൂശീകരണം, ഗത്സമനയിൽ പിടിക്കപ്പെടും, ഗബഥായിൽ തകർക്കപ്പെടും, ഗോൽഗോഥായിൽ തറയ്ക്കപ്പെട്ട് പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കണം. ഇതിനിടയ്ക്ക് പുറമടിച്ച് ഉഴവുചാല് പോലെ കയറും, മുഖത്തേക്ക് മുഷ്ടി ചുരുട്ടി കുത്തും, കാർക്കിച്ച് തുപ്പും, കോലുകൊണ്ട് തല തല്ലി പൊളിക്കും. അതിലെല്ലാം അപ്പുറം മാനസിക ആക്രമണമാണ്. പ്രവചിക്ക് കള്ളപ്രവാചകൻ എന്നൊക്കെ പറഞ്ഞുള്ള ആക്ഷേപം നേർക്ക് നേരെ നിന്നുകൊണ്ട് ഇതെല്ലാം സഹിക്കാനുള്ള ചാർജിങ് ആണ് ഈ വീണ് പ്രാർത്ഥിക്കുന്നത്. ഒരു കാര്യം ഞാൻ ഉറക്കെ പറയാം, മുൻപിലുള്ള പ്രശ്നം വലുതാകട്ടോ അച്ഛാ. സാധാരണ പ്രാർത്ഥന നിർത്തിയിട്ട് വീണ് പ്രാർത്ഥിക്കുക. മോളെ, നിന്റെ ഭാവിയുടെ തടസ്സം വലുതാകട്ടോ, നീ പ്രാർത്ഥിക്കുന്ന സ്റ്റൈലൊന്ന് മാറ്റി വീണ് കിടന്നൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് അത്ഭുതം ചെയ്യാൻ പോവുക. വിസ്മയകരമായ ചില സംഭവങ്ങൾ കർത്താവ് ചെയ്യും. സഭയ്ക്കെതിരെയുള്ള പ്രതിസന്ധി വലുതാകാൻ പോവുക കേട്ടോ. വ്യക്തിപരമായ വെല്ലുവിളികൾ വലുതാകാൻ പോവുക. മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഏതെങ്കിലും പാർട്ടിയോട് ഒട്ടി നിൽക്കുകയോ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുകയോ ചെയ്യാനല്ല ഞാൻ പറയുന്നത്. പ്രാർത്ഥനയുടെ ഇതുവരെയുള്ള സ്റ്റൈല് മാറ്റിയിട്ട് നിലത്തൊട്ടുന്നു വീഴാൻ തയ്യാറായാൽ ശുശ്രൂഷ അടക്കം ദൈവം ഉയർത്തിക്കൊണ്ടുവരാനിടയാകും. വ്യക്തമായ മറുപടി ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേട്ടോണം. നിലത്ത് വീണ് പ്രാർത്ഥിച്ചു, അങ്ങനല്ലേ വായിക്കുന്നത്? മർക്കോസ് 14:35 അങ്ങനെ വായിക്കുന്നവൻ നിലത്ത് വീണ് പ്രാർത്ഥിച്ചു. ഒത്തിരി നേരം അങ്ങനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് നിന്നു. എഴുന്നേറ്റ് നിൽക്കുമ്പോഴേ ഈ പന്തവും കുന്തവും വാളും വട്ടിയുമായിട്ടൊക്കെ വരുന്നത്. ആ വെട്ടത്തിലോട് കയറി നിന്നുകൊണ്ട് ഒരൊറ്റ ചോദ്യം, ആരെ തിരയുന്നു? അവർ പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ തിരയും. അത് ഞാൻ തന്നെ. ആ തോട്ടത്തിൽ മുഴങ്ങിയൊരു ശബ്ദമാണ്, ഞാൻ തന്നെ. ഞാനെന്ന ശബ്ദം ഭയങ്കരമാണ്. ജയാ സൗണ്ട്സിൻ്റെ മൈക്രോഫോണിലൂടെ അത് പറഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ, ഫലസ്തീനായി മുഴുവനും നടുങ്ങിയേനെ. എന്നിട്ടും അവർ കേട്ട് നടുങ്ങി. നിങ്ങൾ ആരെ തിരയുന്നു? യേശുവിനെ തിരയുന്നു. അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞ മാത്രമല്ല, എന്തോ സംഭവിച്ചു? അവർ പിൻവാങ്ങി നിലത്തു വീണു. യോഹന്നാൻ 18:6 വാക്യം. മർക്കോസിൽ അത് പറയുന്നില്ല. യോഹന്നാൻ എന്ന ദൈവശാസ്ത്രജ്ഞൻ വ്യക്തമായി പറയുന്നു. യോഹന്നാൻ എഴുതുന്ന എഴുത്തിൻ്റെ എല്ലാം പിന്നിലെ ഉദ്ദേശം യേശുവിൻ്റെ ദൈവത്വം വെളിപ്പെടുത്താനാണ്. യോഹന്നാൻ മാത്രം രേഖപ്പെടുത്തുന്ന ഒരു ഇൻഫർമേഷനാണത്. അത് ഞാൻ തന്നെ എന്നവൻ അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണുപോയി. യോഹന്നാൻ 18:6. അപ്പം മർക്കോസ് 14:35 യോഹന്നാൻ 18:6 കൂടെ സങ്കലിപ്പിക്കണം. ഇനി അതിനകത്ത് ദൈവമക്കളുടെ ഒരു ആലോചന ഞാൻ പറയാറുണ്ട്. ദൈവാത്മാവിനെ നിർബന്ധിക്കുന്ന ഒരു ആലോചന പറയാം. ഇതുവരെ നിലത്ത് വീണ് കിടന്ന ആരാ? പറ. ഇതുവരെ നിലത്ത് വീണ് കിടന്ന ആരാ? യേശു. ഇപ്പൊ വീണ് കിടക്കുന്ന ആരാ? പിടിച്ചു കൊണ്ടുപോകാൻ വന്നവർ. എന്തോ മനസ്സിലായി? നെയ് പോലെ തെളിഞ്ഞു പൊങ്ങി വരുന്ന ഒരു ആത്മീയ ചിന്ത കിട്ടിയോ നിങ്ങൾക്ക്? പ്രാർത്ഥനാ മുറിയിൽ നീ വീഴാൻ തയ്യാറായാൽ നിന്റെ പ്രാർത്ഥന കഴിയുമ്പോൾ ശത്രു നിന്റെ മുമ്പിൽ വീണിരിക്കും. ഉയർന്നു നിൽക്കുന്ന കോട്ടകൊത്തളങ്ങൾ, ഗോപുരങ്ങൾ, എല്ലാവിധമായ പ്രതിസന്ധികളും നിന്റെ മുമ്പിൽ അടപടലെ വീഴും. എത്ര മന്ത്രവാദി ചെയ്ത കുരുക്കാണെങ്കിലും എത്ര പ്രതിസന്ധിയാണെങ്കിലും നിലത്ത് വീണെന്ന് പ്രാർത്ഥിച്ചെഴുന്നേക്ക്. നീ എഴുന്നേൽക്കുന്ന മാത്രയിൽ ശത്രു നിന്റെ മുമ്പിൽ വീണിരിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വളരെ നിഗൂഢമായി മന്ത്രവാദം ചെയ്യുന്ന, വളരെ നിഗൂഢമായി ആഭിചാരം ചെയ്യുന്ന, ഒരു സംശയത്തിനും വകയില്ലാത്ത വിധം അണ്ടർഗ്രൗണ്ടിലൂടെ നിന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു, നിന്നെ പാക്കപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു, നിന്റെ തലമുറയെ അങ്ങ് വിദേശത്തുനിന്ന് ഇവിടെ മടക്കി വരുത്താൻ ശ്രമിക്കുന്നു, നിന്റെ ധനാഗമനത്തിന്റെ വഴികൾ മുഴുവനും അടയ്ക്കാൻ ശ്രമിക്കുന്നു. ഏതു വലിയ വേദത്തിൽ ആശ്രയിച്ചിട്ടാണെങ്കിലും നിലത്തൊന്ന് വീണ് പ്രാർത്ഥിക്കുക സുഹൃത്തേ, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തും. ഇത് പറയുന്ന ആത്മീയ ചിന്ത നിരുപാധികം ഏറ്റെടുക്കുന്നവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചു. ഇന്ന് രാത്രി ദേശം അറിയട്ടെ, ഈ ദിവസങ്ങൾ നീ വീണ് കിടന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരിക്കൽ വഴിത്താര ജനം അറിയട്ടെ, ദേശം അറിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി ശക്തമായി വ്യാപരിക്കുന്നുണ്ട്. ചില കോട്ടകൊത്തളങ്ങൾ ദൈവം തൊട്ടു തുടങ്ങിയിട്ടുണ്ട്. ഉയർന്നു നിന്നാടുന്ന ചില പത്തികൾ ആണഞ്ഞ് താഴെ വീഴാൻ പോവുക. ഉയർന്നു നിൽക്കുന്ന ചില വെല്ലുവിളികൾ, അതിന്റെ വാദങ്ങൾ, പ്രതിവാദങ്ങൾ, ഓ ഹല്ലേലൂയ, ഇടിഞ്ഞ് തകർന്ന് വീഴുകയോ. Glory to God, hallelujah. വിശ്വസിക്കുന്നവർക്ക് മാത്രം സ്തോത്രം പറയാം. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ അടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യെസ്. തിരുവവതാരത്തിന്റെ മഹനീയമായിരിക്കുന്ന സമർപ്പണം വിനീത വിധേയനായി നിന്നുകൊണ്ട്
എൻ്റെ യേശു ചെയ്ത വീണ്ടെടുപ്പിൻ്റെ പദ്ധതിയുടെ വിവരണമാണ് ഹൈ ക്രിസ്റ്റോളജിയിൽ ഫിലിപ്പിയർ 2-ാം അധ്യായം 6 മുതൽ 8 വരെ. 9 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ, ഫിലിപ്പിയർ 2-ന്റെ 9 മുതൽ 11 വരെ ഹൈ ക്രിസ്റ്റോളജിയുടെ വേറൊരു ഭാഗമാണ് യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹിമ. ശ്രദ്ധിച്ചു കേട്ടോ ഞാൻ പറയുന്ന വാക്യങ്ങൾ. വായിപ്പിക്കാതെ പോകുന്നത് കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെ യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ തിളക്കം, 9 മുതൽ 11 വരെ യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വം. ദൈവം അവനെ സകലത്തിനും മീതെ, മീതെ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടൊരു സ്വോത്രം, കുഞ്ഞു സ്വോത്രം പോലും പറഞ്ഞില്ലല്ലോ. ഏതെങ്കിലും 1-2 വകുപ്പിന് മീതെയല്ല, സർവത്തിനും മീതെ, സർവത്തിനും മീതെ. സകല കർത്തൃത്വങ്ങളും കീഴടങ്ങി അവന്റെ പാദത്തിങ്കൽ പ്രണമിക്കത്തക്ക നിലയിൽ അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ആ കർത്താവാണ് നമ്മുടെ കർത്താവ്. അവിടെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായോ? ഈ കർത്താവിനെ വിശ്വസിച്ച് ആശ്രയിച്ച് അനുസരിച്ച് ആരാധിച്ചു പോകുന്ന നമ്മൾ ഒരുമാതിരി ചത്തേ ചതഞ്ഞ് ഒടിഞ്ഞ് വളഞ്ഞെന്നും പറഞ്ഞ് എവിടെയെങ്കിലും മൂലയ്ക്ക് ഒതുങ്ങി പോകരുത്. ആ അഭിമാനത്തോടെ നിൽക്കണം. ഈ കർത്തൃത്വത്തിൻ്റെ മഹത്വമാണ് നമ്മളിൽ വ്യാപരിക്കുന്നത്. സ്തോത്രം. ഉണ്ണിയെ കാണുമ്പോൾ അറിയാം ഊരിലെ പഞ്ഞം എന്ന് മലയാളത്തിൽ പഴഞ്ചൊല്ലുണ്ട്. ഈ കർത്താവുമായിട്ട് കൈ കൊടുത്തവരുടെ ആരുടെ മുഖത്ത് നോക്കി ഒരു പഞ്ഞവും ആരും അറിയരുത്. അഭിമാനത്തോടെ നിന്നോണം. എന്താ കാര്യം? കർത്താവ് എനിക്ക് സ്വന്തം, എനിക്ക് കർത്താവ് തുണയാണ്. പൗലോസിനെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. പൗലോസിൻ്റെ മുഖത്ത് വാട്ടമൊന്നുമില്ല. കാരണം എന്താണെന്നറിയാമോ? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ ഹൈ ക്രിസ്റ്റോളജിയുടെ വേദഭാഗമാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വേദഭാഗം. അതിനെ ഞാൻ 2ആയി തിരിച്ചു പറഞ്ഞു. അടുത്ത ഹൈ ക്രിസ്റ്റോളജിയുടെ വേദഭാഗമാണ് കൊലോസ്യ ലേഖനം 1-12 മുതൽ 27 വരെയുള്ള വേദഭാഗം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 12 മുതൽ 27 വരെയുള്ള വേദഭാഗം. അതിലേക്കാണ് നമ്മൾ മടങ്ങി വരാൻ പോകുന്നത്. അടുത്ത ഒരു ഹൈ ക്രിസ്റ്റോളജിയുടെ മറ്റൊരു വേദഭാഗമുണ്ട്. എബ്രായ ലേഖനം 1-1 മുതൽ 10 വരെയുള്ള ഭാഗം. എബ്രായ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വേദഭാഗം. 2-3 ദിവസം കൺവെൻഷന് തുടർമാനമായിട്ട് ഇങ്ങനെ നിന്ന് പ്രസംഗിച്ചാലുണ്ടല്ലോ. ഹൈ ക്രിസ്റ്റോളജി പുതിയ നിയമത്തിൽ ഇത് മാത്രം ഐച്ഛികമായി എടുത്ത് ധ്യാനിക്കാൻ എന്ന സുഖമുള്ള വിഷയമാണെന്നറിയാമോ? നമ്മുടെ കർത്താവ് ആരാണെന്നുള്ളതിനെ കുറിച്ച്. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് വികലമായ ധാരണകളുമായിട്ട് ചിലർ ക്രിസ്ത്യാനികളുടെ ദൈവമാണ്, പെന്തക്കോസ്തുകാരുടെ മാത്രം ദൈവമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന വില കുറഞ്ഞ തരംതാണ ചിന്താഗതികളും മുൻവിധികളുമുണ്ട്. അതിനെല്ലാം മീതെ ധ്യാനിക്കാൻ, ചിന്തിക്കാൻ, ആശ്രയിക്കാൻ, അനുസരിക്കാൻ, ആരാധിപ്പാൻ ഉതകുന്ന വേദഭാഗമാണ് ഹൈ ക്രിസ്റ്റോളജി എന്ന പേരിൽ ഞാൻ തന്നത്. അത് വായിച്ച് ധ്യാനിക്കുകയും അതിൻ്റെ ആത്മീക ആശയങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് ആത്മീകതയ്ക്കൊരു വർധനമുണ്ടാക്കണം. അതാഗ്രഹിക്കുന്നവരൊന്നുകൂടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇനി പറയാൻ പോകുന്ന ശ്രദ്ധിച്ച് കേട്ടണം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12 മുതൽ ഹൈ ക്രിസ്റ്റോളജിയുടെ ഉജ്ജ്വലമായ ചിന്തകളാണ്. 1, 2, 3, 4 താഴോട്ട് ഞാൻ വാക്യങ്ങൾ ഓരോന്നും പറയുക. അതിൽ ഓരോന്നും ശ്രദ്ധിച്ചോണം. നാട്ടുകാർക്കുള്ളതും സഭയ്ക്ക് ഉള്ളതും ദൈവമക്കൾക്കുള്ളതും എല്ലാം വേർതിരിച്ച് ചിന്തിച്ചെടുത്തുകൊള്ളണം. 12-ാം വാക്യം ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത മഹത്വപൂർണ്ണമായ ഒരു കാര്യം പറയുന്നു. വെളിച്ചത്തിന് നമ്മളെ അവകാശികളാക്കി മാറ്റി. നമ്മളെ ആരാക്കി മാറ്റിയെന്ന? വെളിച്ചത്തിന്. അപ്പം മുമ്പ് നമ്മൾ എവിടെ ആയിരുന്നു? അല്ലേ പറ. വെളിച്ചത്തിന് നമ്മളെ അവകാശികളാക്കിയെങ്കിൽ അതിന് മുമ്പ് നമ്മൾ എവിടെ ആയിരുന്നു? അന്ധകാരത്തിലായിരുന്നു, ഇരുട്ടിലായിരുന്നു. മനസ്സിലായോ? അന്ധകാരത്തിൽ നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക്. അതിനെയാണ് പത്രോസ് അങ്ങനെ പറയുക. പൗലോസ് പറയുമ്പോൾ പൗലോസിൻ്റെ രചനാ ശൈലി, പൗലോസിൻ്റെ ഭാഷാ പ്രയോഗം, പൗലോസിൻ്റെ ആവിഷ്കാര ഭംഗിയൊന്ന് വേറെയാണ്. പത്രോസ് തുറന്നു പറയുന്നു അന്ധകാരത്തിൽ നമ്മളെ അത്ഭുത പ്രകാശത്തിൽ. മറ്റേത് നിബിഡമായ കുറ്റാക്കുരുട്ടിരുട്ട്. കണ്ടോ? അന്ധതയും അനാചാരവും അബദ്ധജടിലുമായ ഉപദേശവും. ദൈവമാരെന്നറിയില്ല, ദൈവവചനം എന്താണെന്നറിയില്ല, മോക്ഷത്തിൻ്റെ വഴി എന്താണെന്നറിയില്ല, പല വിധത്തിലുള്ളതായിരിക്കുന്ന കർമ്മകാണ്ഡങ്ങൾ, യാഗയോഗങ്ങൾ, അർപ്പണ തർപ്പണാദികൾ, തിരുനാളുകൾ, പെരുന്നാളുകൾ, മൃഗബലി, നരബലി അടക്കമുള്ള സകല സംഗതികളും ദുഷ്ടഭൂത പ്രേത പിശാചുക്കളോട് ആരാധിച്ചും സ്തോത്രം പറഞ്ഞും അവയുടെ സഹായം തേടിയും ഒക്കെ കഴിഞ്ഞിരുന്ന അന്ധകാരത്തിൻ്റെ കാലം. ആ കാലത്തിൽ നിന്ന് നമ്മെ പ്രകാശത്തിൻ്റെ അവകാശികളാക്കി. ഇവിടെ ശ്രദ്ധിക്കണം, പത്രോസിൻ്റെയും പൗലോസിൻ്റെയും തിയോളജിയുടെ ആവിഷ്കാര ഭംഗി ശ്രദ്ധിക്കണം. പത്രോസ് തുറന്നങ്ങ് പറയുകയാണ് അന്ധകാരത്തിൽ നമ്മെ അത്ഭുത പ്രകാശത്തിലാക്കി എന്നാണ് പറയുക. പക്ഷെ പൗലോസ് അത് തന്നെ പറയുമ്പോൾ അതിനകത്ത് വിശേഷമായൊരു ധ്യാനം കൂടെ കൂട്ടി
കൂട്ടിച്ചേർക്കുന്നുണ്ട്. അന്ധകാരത്തിൽ നമ്മെ അത്ഭുത പ്രകാശത്തിൽ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, ആ പ്രകാശത്തിൻ്റെ അവകാശികളാക്കി നമ്മെ തീർത്തു. പ്രകാശത്തിന് ചില അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലേക്ക് വരുന്നവന് ചില അവകാശങ്ങളുണ്ട്. ആ അവകാശത്തിന് നമ്മളെ ഓഹരിക്കാരാക്കി മാറ്റി. ക്രിസ്തുവിലേക്ക് വന്നവൻ ഒന്നുമില്ലാത്തവനല്ല, ക്രിസ്തുവിലേക്ക് വന്നവൻ ആരുമില്ലാത്തവനല്ല, അവൻ ചില അവകാശത്തിൻ്റെ ഓഹരിക്കാരന്. എത്ര പേർക്ക് ആ പ്രാഗൽഭ്യമുണ്ട്? ഒന്നുമില്ലേ എന്ന് പറഞ്ഞ് നടക്കരുത്. ഔദാര്യത്തിന് വേണ്ടി കൈ നീട്ടി നിൽക്കരുത്. ഇല്ലാവചനം പറഞ്ഞ് നടക്കരുത്. അവകാശത്തിന് നമ്മളെ ഓഹരിക്കാരാക്കി മാറ്റി. ഏതിൻ്റെ അവകാശം? ഏതെങ്കിലും വിധത്തിലുള്ളതായിരിക്കുന്ന കൃത്രിമം കൊണ്ടുള്ള ജീവിതോപാധിയല്ല, വെളിച്ചത്തിൻ്റെ അവകാശം. എന്താ വെച്ചാൽ വെളിച്ചത്തിൻ്റെ അവകാശം എന്ന് പറഞ്ഞാൽ നേരായുള്ള നന്മകൾ. കണ്ടോ, ആരെയും ദ്രോഹിച്ചിട്ട് ആരെയും കൃത്രിമമായി അടിച്ചു മാറ്റി എടുത്തതല്ല, വെളിച്ചത്തിൻ്റെ അവകാശമാ കർത്താവ് തന്നത്. പലരുടെയും സമ്പത്തിൻ്റെ വഴിത്താര പഠിച്ചു നോക്കിയാൽ അത് വെളിച്ചത്തിൻ്റെ അവകാശമല്ല, വേറെ ആർക്കൊക്കെ പോകേണ്ടത് അടിച്ചു മാറ്റിയ വൈദഗ്ധ്യമാണ്. ആഖാന്റെ വീട്ടിനകത്തൊരു കുഴിയുണ്ട്. കുഴിയുടെ അടിയിൽ പ്ലാസ്റ്റിക് കവറിനകത്ത് പൊതിഞ്ഞിരിക്കുന്ന ചില നിക്ഷേപമുണ്ട്. ആഖാന്റെ കുടുംബ സ്വത്തൊന്നുമല്ല, അവനത് ജാതീയമായ ക്ഷേത്രത്തിൽ നിന്ന് അപകരിച്ചു കൊണ്ടുവന്നത്. ദൈവം അതിന് പേരിട്ടിരിക്കുന്നത് ശാപമെന്ന്. നമുക്കല്ലാത്തതൊന്നും നമ്മുടേതല്ലത് ശാപമാ. അത് നമ്മോടുകൂടെ ഇരുന്നാൽ ദൈവം നമ്മുടെ വീട്ടിൽ നിന്ന് പടി ഇറങ്ങുകയാണ്. യോശുവ 7:12 വായിച്ചു നോക്കണം. ശാപം നിങ്ങളോടുകൂടെ ഇരിക്കാൻ ഞാൻ നിങ്ങളോടുകൂടെ വസിക്കയില്ല. ദൈവസാന്നിധ്യത്തെ അകറ്റിക്കളയുന്ന വേറെ ഒരു സമ്പാദ്യം വേണ്ട. നമുക്കുള്ളതെല്ലാം പോക്കറ്റ് കുത്തിയിരിക്കുന്ന പേന അടക്കം വെളിച്ചത്തിന്റെ വഴിയിലൂടെ വന്നതാകണം. അങ്ങനെയുള്ളവരാ ദൈവം അനുഗ്രഹിക്കുന്നത്. മനസ്സിലായോ? ചേട്ടന് പോകേണ്ടതും അനിയന് പോകേണ്ടതും പെങ്ങക്ക് പോകേണ്ടതും അമ്മാച്ചന് പോകേണ്ടതും ഉപ്പാപ്പന് പോകേണ്ടതും മച്ചമ്പിക്ക് പോകേണ്ടതൊക്കെ ചങ്ങല വലിച്ച് നമ്മുടെ പേരിൽ ആക്കിയാലുണ്ടല്ലോ, പിശാച് പടിയിറങ്ങത്തില്ല നിന്റെ വീട്ടിൽ നിന്ന്, നിന്റെ ശരീരത്തിൽ നിന്ന് പടിയിറങ്ങ. വെളിച്ചത്തിന്റെ അവകാശമുള്ളവരാകണം. വെളിച്ചത്തിന്റെ അവകാശം കൈയാളുന്നവരാകണം. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? അപ്പൊ ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത് വെളിച്ചത്തിന്റെ അവകാശം. ഹല്ലേലൂയ. രണ്ടാമത് 13-ാം വാക്യത്തിലേക്ക് വരണം. 13-ാം വാക്യത്തിൽ ക്രിസ്തുവിന്റെ മഹത്വം ഗംഭീരമായി അക്കമിട്ട് നിരത്തുന്നു. ഒന്ന്, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് എന്തോ ഇതെന്നാ വിടുവിച്ചു. അപ്പൊ വെളിച്ചത്തിന്റെ അവകാശികളാക്കിയെന്ന് മാത്രമല്ല, ഇരുട്ടിന്റെ അധികാരം എന്ന് പറഞ്ഞ എന്തോ മനസ്സിലായി. ഇതൊരു കാത്തിരിപ്പുകാരനെ ഞാൻ നിന്നങ്ങ് പറഞ്ഞേനെ. ഇരുട്ടിന്റെ അധികാരം എന്താ? ഇരുട്ടെന്നറിയാമോ? പിശാചാണ് ഇരുട്ട്. വെളിച്ചം എന്താണെന്നറിയാമോ? അത് സത്യദൈവമാ. ഇരുട്ടൊട്ടുമില്ലാത്ത വെളിച്ചമാ ദൈവം. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? 1 യോഹന്നാൻ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലുമുണ്ട്. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ ഇരുട്ട് എന്ന് പറയുന്നത് പിശാചാണ്. പിശാചിന്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ചിരിക്കുന്നു. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? രക്ഷിക്കപ്പെട്ട മുഴുവൻ ദൈവമക്കളോടും പറയാം, ആത്മനിറവ് പ്രാപിച്ച അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്ന ആത്മശക്തി പ്രാപിച്ച മുഴുവൻ ആളുകളോടും പറയാം, ഇരുട്ടിൻ്റെ മേൽ നിനക്കൊരധികാരമുണ്ട്. എത്ര പേര് സമ്മതിക്കുന്നുണ്ടത്? ഇരുട്ടിൻ്റെ മേൽ അധികാരമുള്ള ദൈവ പൈതൽ പിശാചിനെ ശാസിക്കാൻ എങ്ങൊന്നും വാടകയ്ക്ക് എടുക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? കൺവെൻഷൻ നടന്നുകൊണ്ട് പന്തലും ഈ ഡെക്കറേഷനും ഈ മൈക്ക് സെറ്റും അതും ഇതൊക്കെ വാടകയ്ക്ക് എടുത്തോ, കുഴപ്പമൊന്നുമില്ല. അത് വാടകയ്ക്ക് എടുക്കാം. കൊച്ചിൻ്റെ കല്യാണത്തിന് ചെമ്പ് ഉരുളിയും വാർപ്പും തവിയും ചട്ടിയും കൂട്ടയും വട്ടിയും ഒക്കെ വാടകയ്ക്ക് എടുത്തോ, കുഴപ്പം. നമ്മുടെ കയ്യിൽ അത്ര ഇല്ല. 10,000 പേര് വന്നാൽ അവർക്ക് വെച്ച് വിളമ്പാനുള്ള ചോറും കറിയും വെക്കാനുള്ള പാത്രവും നമുക്ക് അത് ഹയർ ചെയ്തേ പറ്റുള്ളൂ. പന്തലിനൊക്കെ ഹയർ ചെയ്തേ പറ്റൂ. ഓഡിറ്റോറിയം വാടകയ്ക്ക് എടുത്തേ പറ്റുള്ളൂ. പക്ഷേ വീട്ടിൽ വ്യാപരിച്ച് നിൽക്കുന്ന പിശാചിനെ ശാസിക്കാൻ ആരെയും വാടകയ്ക്ക് വിളിക്കരുത്. അത് നീ തന്നെ ചെയ്യണം. എത്ര പേർക്ക് സമ്മതിക്കാൻ പറ്റുന്നുണ്ട്? പ്രാപിച്ച അഭിഷേകം ഇരുട്ടിൻ്റെ അധികാരത്തെ വെല്ലുവിളിക്കാനാ, ഇരുട്ടിൻ്റെ ആധീശത്വത്തെ, ഇരുട്ടിൻ്റെ ആധിപത്യ വ്യവസ്ഥിതിയെ വെല്ലുവിളിക്കാനുള്ള അഭിഷേകമാണ്. യേശു മാറാത്തവൻ എന്ന് 2-ാം റൗണ്ട് പാടുമ്പോൾ അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല ഈ ശക്തി. ഏതെങ്കിലും ഒരു പാട്ടിന്റെ ഒരു വരി വീണ്ടും വീണ്ടും ആവർത്തിച്ച് പാടുമ്പോൾ അന്യഭാഷ പറയുന്ന ശീലത്തിന് വേണ്ടി തന്നതല്ല ഈ ശക്തി. അന്ധകാരത്തിന്റെ ശക്തിയോടെ ഇറങ്ങ പുറത്തെന്ന് പറയാനുള്ള അധികാരം ദൈവം തന്നിരിക്കുകയാ. എത്ര പേർക്ക് അത് പറയാൻ കഴിയും? എത്ര പേർക്ക് അത് ഉപയോഗിക്കാൻ കഴിയും? 2024 വരുന്നതിന് മുമ്പ് ഈ ശക്തിയെ പുതുക്കി എടുത്തോണം, ഒന്ന് റീചാർജ് ചെയ്തോണം, ഒന്ന് റിന്യൂവൽ ആക്കിക്കോണം. സഹോദര, തട്ടിമുട്ടി എവിടെങ്കിലുമൊക്കെ ഈ ശക്തി പോയിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ അധികാരം കൈമോശം വന്നിട്ടുണ്ടെങ്കിൽ, റീചാർജ് ചെയ്യാതെ നീ ഇത് ചുമ്മാതെ വേദോത്വത്തിൽ കൊണ്ടു നടന്നതാണെങ്കിൽ ഈ രാത്രികൾ ഇതിനെ റീചാർജ് ചെയ്തോണം. കാരണം ഈ അധികാരം എന്തിനാണെന്നറിയാമോ? ശത്രുവിൻ്റെ അധീശത്വത്തോട് വെല്ലുവിളിക്കാനാ. സെലൂക്കയിലെ ഗവർണറുടെ പേരാണ് സെർഗ്യൂസ് പൗലൂസ്. അറിയാമോ? സെർഗ്യൂസ് പൗലൂസ് മിടുക്കനാ, ആത്മീയ കാര്യങ്ങളിലൊക്കെ നിപുണനാണ്. അദ്ദേഹം പൗലൂസിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് കേട്ടു. പൗലൂസ് എന്ന വാഗ്മി
യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. ഒന്ന് കേട്ടാൽ കൊള്ളാമെന്ന് അവൻ അദ്ദേഹത്തിൻ്റെ അനുയായികളോട് പറഞ്ഞു. അവർ പറഞ്ഞു, പിന്നെന്താ, വിളിച്ച പുള്ളി വരും. ഉപദേശിക്ക് എവിടെയെങ്കിലും പ്രസംഗിക്കാനൊരു അവസരം കിട്ടാൻ വേണ്ടി നോക്കി നടക്കുക. നമ്മൾ വിളിച്ചാൽ തീർച്ചയായിട്ടും വരും, ഓടി വരുമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഡേറ്റ് ഫിക്സ് ചെയ്തു. സെർഗ്യൂസ് പൗലോസ് എന്ന് പറയുന്ന ഗവർണറുടെ കോൺഫറൻസ് ഹാളിൽ പൗലോസിന് പ്രസംഗിക്കാൻ അവസരം കൊടുത്തു. പാട്ടുകാരൊന്നുമില്ല, മനസ്സിലായോ? നിച്ചൽ റോയി സംഘമൊന്നും അവിടെ ഇല്ല. അദ്ദേഹം വന്നു, സമയം കൊടുത്തപ്പോൾ പ്രസംഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. പ്രസംഗം ഗംഭീരമായിരുന്നു. ക്രിസ്തുയേശുവിലൂടെ രക്ഷ, മോക്ഷം, മുക്തി, സായുജ്യം, ശാന്തി അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചത്. ഗംഭീര പ്രസംഗം. ഈ പ്രസംഗം അവിടെ നടക്കുമ്പോൾ ഈ ഗവർണറും അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ എല്ലാ ഓഫീസേഴ്സും ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്. അവൻ്റെ പേര് ബർ-യേശു എന്നാണ്. ബർ-യേശു, യേശുവിൻ്റെ മകനെന്നാണ് എൻ്റെ അർത്ഥം. ബർ-യേശു എന്ന് പറഞ്ഞ്. ഓക്കെ, അവനെ എലിമാസ് എന്ന വിദ്വാൻ എന്നാണ് എല്ലാവരും വിളിക്കുക. അവൻ വിദ്വാനാ. ആകെപ്പാടെ ആ ദേശത്തെ സകല പ്രശ്നങ്ങളും പരിഹരിക്കുന്നൊരു മന്ത്രവാദിയാണ് അവൻ. അദ്ദേഹത്തിൻ്റെ ഒരു സൈഡ് ബിസിനസ് മന്ത്രവാദം. ഔദ്യോഗിക ജീവിതം ഗവർണറുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ് ജോലിയുള്ളപ്പോൾ തന്നെ മന്ത്രവാദം സൈഡ് ബിസിനസ്സായിട്ട് നടത്തുന്ന ഒരു പുള്ളിയും കൂടിയാണ് ആര്? ഈ ബർ-യേശു എന്ന് പറയുന്ന എലിമാസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നോട്ടം പൗലോസ് എന്ന പ്രസംഗകനിലല്ല, ഈ ഗവർണറുടെ മുഖത്തേക്കാണ് നോക്കുന്നത്. ഈ മന്ത്രവാദി ഗവർണറെ നോക്കിയപ്പോൾ ഗവർണർ ഇപ്പം മാനസാന്തരപ്പെട്ട് പന്തക്കോസിൽ കയറുമെന്നൊരു സ്ഥിതിയായി. കാരണം പൗലോസിൻ്റെ പ്രസംഗം ലൈവ് കേൾക്കില്ല. എന്നെ ആവിഷ്കാര ഭംഗിയെന്നറിയാമോ? യേശുവിനെയൊക്കെ അവതരിപ്പിക്കുക പൗലോസ് ഗംഭീരമായി. അതിൻ്റെ ഒന്നും 7 അയലോക്കത്ത് വരത്തില്ല ഞങ്ങൾ ഉപദേശിമാരാരും. പൗലോസിൻ്റെ ലൈവ് പ്രസംഗം കേൾക്കാൻ ഒരു ഭാഗ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതെന്തോ ഗംഭീര പരിപാടിയാണ്. നോക്കി യേശുവിനെ കുറിച്ച് ഇങ്ങനെ പ്രസംഗിച്ച് വന്നപ്പോൾ ഈ ഗവർണർ ചാടി എഴുന്നേറ്റ് കൈ ഉയർത്തും, പൗലോസിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തും എന്നൊരു സ്ഥിതി വന്നപ്പം ഗവർണറുടെ പ്രൈവറ്റ് സെക്രട്ടറി മന്ത്രവാദി എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചുകൊണ്ട് എന്ന് ഉപദേശിയോട് പറഞ്ഞു, ഉപദേശി മതി, നിർത്ത് പ്രസംഗം ഇപ്പം തൽക്കാലം നിർത്ത്. സാറിനെയും കൊണ്ട് എനിക്കൊരു ഉദ്ഘാടന സമ്മേളനത്തിന് പോകാനുണ്ട്. സാറത് മറന്നിരിക്കുക. ഞാനിപ്പോൾ ഡയറി എടുത്ത് നോക്കിയപ്പോഴത് മനസ്സിലായത്. അതുകൊണ്ട് ഇപ്പം തൽക്കാലം നിർത്ത്, പിന്നെ ഞങ്ങൾ വിളിക്കുമ്പം വന്നാൽ മതി. നമ്മളായിരുന്നു എന്നാ ഇതേനെന്ന് പറ, സത്യമായതേ പറയാവൂ. ഗവർണറുടെ കോൺഫറൻസ് ഹാളിൽ ഇനി വിളിക്കുമ്പം വരാം എന്ന് പറഞ്ഞ് നമ്മളെ പ്രസംഗത്തിനിടയ്ക്ക് വിട്ടാൽ എന്തോ ചെയ്തേനെ നമ്മൾ. പുള്ളിയെ പിണക്കാതെ വിസിറ്റിംഗ് കാർഡ് എടുത്തു കൊടുത്തിട്ട് നമ്മൾ അന്നേരം ഗുഡ് ബൈ പറഞ്ഞ് പോരത്തേ ഉള്ളൂ. തിരിച്ചിങ്ങോട്ട് പോരാൻ നേരത്ത് തിരിഞ്ഞു നിന്നുകൊണ്ട് പറയും, സാറേ അതിനകത്ത് 2-3 നമ്പറുണ്ട്, ആ ടിക്കറ്റിരിക്കുന്ന നമ്പർ വിളിച്ചാലേ കിട്ടുള്ളൂ കേട്ടോ എന്നും കൂടെ ഒരു അടിക്കുറിപ്പ് പറഞ്ഞിട്ട് നമ്മളിങ്ങ് പോരുകയുള്ളൂ അല്ലേ? നമ്മൾ ഉപദേശിവർക്കും അതേ ചെയ്യത്തുള്ളൂ, നമ്മളെ കൊണ്ട് അതേ പറ്റുള്ളൂ. പക്ഷേ ആത്മപൂർണത പ്രാപിച്ച പൗലോസ് എന്താ ചെയ്ത്? തൻ്റെ പ്രസംഗം, ആത്മാവിലുള്ള തൻ്റെ പ്രസംഗം, ക്രിസ്തു പരിജ്ഞാനത്തിൻ്റെ ചിന്തകൾ കേട്ട് മാനസാന്തരത്തിൻ്റെ വക്കിലേക്ക് നടന്നെടുക്കുന്ന ഗവർണറെ തടഞ്ഞത് മന്ത്രവാദിയിൽ വ്യാപരിക്കുന്ന പിശാചെന്ന് മനസ്സിലായി. ആത്മപൂർണതയുടെ ദർശനമതാ പിശാചാണെന്ന് മനസ്സിലായപ്പോൾ തൻ്റെ പ്രസംഗത്തെ ബ്ലോക്ക് ചെയ്ത മന്ത്രവാദിയുടെ നേരെ വിരൽ ചൂണ്ടിട്ട്, സകല കപടവും ധൂർത്തും നിറഞ്ഞ പിശാചന്റെ മകനെ, സർവം നീതിയുടെയും ശത്രുവേ, ദൈവത്തിന്റെ നീതി പ്രവർത്തികളെ മറിച്ചു കളയുന്നത് മതിയാക്കത്തില്ലയോ? അടങ്ങ് യേശുവിന്റെ നാമത്തിൽ. ഒറ്റ പ്രഖ്യാപനം. കണ്ണിന്റെ ഫിലമെന്റ് അടിച്ചുപോയി, തറയിൽ ചുരുണ്ട് വീണു. ഇതാണ് ആത്മപൂർണത. ഇതാ ദൈവശക്തിയുടെ വ്യാപാരം. ഇതാ നമ്മിൽ പകർന്നിരിക്കുന്നത്. അല്ലാതെ ആരോട് സമവായത്തിലാകാനല്ല, ആരോട് അനുരഞ്ജനത്തിനാകാനല്ല, അന്ധകാര ശക്തിയോട് കോംപ്രമൈസ് ആകാനല്ലെന്ന് ഇന്ന് രാത്രി എത്ര പേര് ഏറ്റെടുക്കും? ദുഷ്ടപിശാചിനോട് ചെറുത്തു നിൽക്കുവാൻ, അവൻ പിടിച്ചടക്കി വെച്ചിരിക്കുന്ന ജീവിതങ്ങളെ അവന്റെ കയ്യിൽ നിന്ന് പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരാൻ, അടച്ചു വെച്ചിരിക്കുന്ന കുടുംബങ്ങളെ തുറക്കാൻ, ചില വ്യക്തികൾക്ക് അവകാശമാകേണ്ട ചില നന്മകളെ ശത്രു തടഞ്ഞു വച്ചിരിക്കുന്നതിന്, ആ ശത്രുവിനെ പറഞ്ഞു വിടേണ്ടതിന്, വേറെ ആരെയും വാടകയ്ക്ക് വിളിക്കാൻ നീ പോകണ്ട. നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തി അതിന് പര്യാപ്തമാണ്. ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കുന്നവർ എത്ര പേരുണ്ട്? എന്റെ നന്മയെ തടഞ്ഞതും, നിന്റെ കുഞ്ഞുങ്ങളെ ആത്മഹത്യയിലേക്ക് വഴിതെളിക്കുന്നതും, അവനെ കള്ളിനും കഞ്ചാവിനും വലിച്ചോണ്ട് പോകുന്നതും, നീ ആരാധനയ്ക്ക് പോകുമ്പോൾ നിന്റെ തലമുറ നിന്റെ പുറകെ വരാതിരിക്കുന്നതും, നിന്റെ പെണ്ണ് പിഴച്ചു പോകുന്നതും, നിന്റെ ആണ ഉത്തരവാദിത്വമില്ലാതെ പോകുന്നതും ഈ അന്ധകാര ശത്രുവിന്റെ പോരാ. അതിനെതിരെ ഒരു സമരവുമായി നിന്നോണം. ഇന്ന് രാത്രി ദൈവമക്കൾ നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ശത്രുവിനോട് യുദ്ധ പ്രഖ്യാപനം ചെയ്യുകയാ. നിനക്ക് തരത്തില്ല ഞാൻ എൻ്റെ തലമുറയെ, എൻ്റെ നന്മയെ ഞാൻ നിനക്ക് വിട്ടു തരത്തില്ല, എൻ്റെ ആരോഗ്യത്തെ ഞാൻ നിനക്ക് വിട്ടു തരത്തില്ല, എൻ്റെ ഗർഭഫലത്തെ ഞാൻ നിനക്ക് വിട്ടു തരത്തില്ല, ഞാൻ നൊന്ത് പെറ്റ എൻ്റെ തലമുറയെ നിനക്ക് തരത്തില്ല. അടങ്ങ് പിശാചേ യേശുവിൻ്റെ നാമത്തിൽ.
ഈ ദേശത്ത് രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഞങ്ങൾ ചേർത്തുകൊള്ളും. അന്ധകാരത്തിന്റെ അതീശത്വത്തിൽ നിന്ന് ജീവിതങ്ങളെ വിടുവിക്കുക ക്രിസ്തു. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വലിയ വിടുതലുണ്ട്. ഏറ്റെടുക്കുന്നവർ എത്ര പേരുണ്ട്? സഭയ്ക്കൊരു വലിയ വളർച്ചയുണ്ട്. ദൈവമക്കൾക്കൊരു വലിയ വളർച്ചയുണ്ടെന്ന്, ആത്മീകമായൊരു വലിയ മുന്നേറ്റമുണ്ട്. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്ക്, ആരാധിച്ച് ബലം പ്രാപിക്കുന്ന രാത്രി. നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് വേവലാതിപ്പെടേണ്ട. പുതിയത് ദൈവം ചിലത് ചെയ്യാൻ പോവുകയാണ്. നിന്റെ കുടുംബത്തിൽ, നിന്റെ ഗർഭഫലത്തിൽ ദൈവം ചിലത് ചെയ്യാൻ പോവുകയാണെന്ന്. നിന്റെ ഉദരത്തിനകത്ത് തലമുറയെ തടഞ്ഞു വെക്കുന്ന ചില പോരാട്ടങ്ങളുടെ കെട്ട് ദൈവം അഴിച്ചു വിടുകയാണ്. വിടുതൽ നീ പ്രാപിക്കും. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിന്റെ മഹത്വം, വല്ലഭത്വമാർന്ന മഹത്വം 13-ാം വാക്യത്തിൽ പറയുന്നത് കേട്ടോ, അന്ധകാരത്തിൽ നമ്മെ വിടുവിക്കുന്ന ക്രിസ്തു. ഇരുട്ടിന്റെ അധികാരം, പിശാചിനൊരു അധികാരമൊക്കെ ഉണ്ട്. അധികാരം ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അധികാരത്തിൽ നമ്മെ വിടുവിക്കുന്നവനെ, നമ്മുടെ അകത്ത് വസിക്കുന്നവൻ. ഹല്ലേലൂയ. 13-ാം വാക്യം അതാണ്. 14-ാം വാക്യം വരെ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു. നോക്കിക്കേ 14-ാം വാക്യം, കൊലോസ്യർ 1:14 നോക്കിക്കേ. ക്രിസ്തുവിന്റെ മഹത്വം അതാ. ക്രിസ്തു ആരാന്നാ പറഞ്ഞേ? ഒന്ന് പറ. നമ്മുടെ വീണ്ടെടുപ്പ്. അത് നന്നായിട്ടൊന്ന് പറഞ്ഞേ. വീണ്ടെടുപ്പുകാരൻ എന്നൊക്കെ നാവ് കൊണ്ട് പറയുന്നത് തന്നെ ദേശാധിപതി കേൾക്കണം, അന്ധകാര ശക്തി കേൾക്കണം. യേശുവിൻ്റെ പുറകെ ഞാൻ പോയതിൻ്റെ ഉദ്ദേശം അവൻ എൻ്റെ വീണ്ടെടുപ്പുകാരനായതുകൊണ്ടാണ്. പണത്തിന് എന്നെ വീണ്ടെടുക്കാൻ പറ്റിയില്ല. ഇവിടുത്തെ നരബലിക്ക് എന്നെ വീണ്ടെടുക്കാൻ പറ്റിയില്ല. ഇവിടുത്തെ മൃഗബലികൾക്ക് എന്നെ വീണ്ടെടുക്കാൻ പറ്റിയില്ല. കോടിക്കണക്കിന് കഴുത്തു കണ്ടിക്കപ്പെട്ട കാളകൾ യഹൂദ മതത്തിലുണ്ട്, വീണ്ടെടുക്കാൻ പറ്റിയില്ല. നിരവധി കോടികൾ ആടുകൾ അറക്കപ്പെട്ടു പ്രഭാതത്തിലും പ്രദോഷങ്ങളിലും. പിന്നെ ഓരോരോ വർഷാന്തിയാകം, മാസാന്തിയാകം, പ്രഭാതയാകം, പ്രദോഷയാകം, എത്രയാ. ബഹുമാനപ്പെട്ട തിരുവട്ടാർ കൃഷ്ണൻകുട്ടി സാർ ഇമ്പങ്ങളുടെ തീരത്ത് വിശ്രമിക്കുന്ന മഹാനായ മനുഷ്യന്റെ പ്രഭാഷണം നമ്മളൊക്കെ കേട്ടതാ. അദ്ദേഹം പണ്ട് പറയാറുണ്ടായിരുന്നു, കാളകളുടെ രക്തം കായല് പോലെ, ആടുകളുടെ രക്തം ആറുപോലെ ഒഴുകി, എന്നിട്ട് വീണ്ടെടുപ്പുണ്ടായില്ല. പക്ഷേ ഒരു യുവാവിൻ്റെ രക്തം നെഞ്ചിൽ നിന്ന് ഒഴുകി ഇറങ്ങിയപ്പോൾ സാധ്യമായൊരു വീണ്ടെടുപ്പുണ്ടല്ലോ. ഒന്നിനും പകരം വെക്കാനാവാത്ത നിലയിലൊരു വീണ്ടെടുപ്പ്. ആ വീണ്ടെടുപ്പുകാരനെ ഒന്ന് സ്തുതിച്ചേ. ആ വീണ്ടെടുപ്പുകാരനെ ഒന്ന് മഹത്വമെടുത്ത് നിറഞ്ഞ കണ്ണുകളോടെ ആ പൊന്നു പാദത്തെ ഒന്ന് ചുംബിക്കാൻ. ഹല്ലേലൂയ. കർത്താവ് വീണ്ടെടുത്തു നമ്മളെ ശാപത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, അതീശത്വങ്ങളിൽ നിന്ന്, പാരമ്പര്യത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന്, കെട്ടുപാടുകളിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു. സ്വതന്ത്രം. വീണ്ടെടുപ്പുകാരനെന്നൊക്കെയുള്ളത് പുസ്തകം എഴുതി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ കർത്താവ് വീണ്ടെടുപ്പുകാരൻ. പക്ഷേ ഈ പുസ്തകം എഴുതുന്നതിന് മുമ്പ്, ലിഖിത നിയമങ്ങൾ ഉണ്ടാകുന്നതിനും യേശുവിനെ വീണ്ടെടുപ്പുകാരെന്ന് വിളിച്ചൊരു പുരാതന ഭക്തനുണ്ട്. പേര് ഇയ്യോബ് എന്നാണ്. ചാരക്കുഴിയിലേക്ക് ഇറങ്ങിയിരിക്കുമ്പം അവിടെ ഒരു അസഹനീയമായ ചൊറിച്ചിൽ, ഈ ചാരം വാരി മുറിവിലേക്ക് ഇട്ടിട്ട് ഓട്ട് കഷ്ണം കൊണ്ട് ചൊറിയുമ്പോൾ ഒരു സുഖമുണ്ട്. പിന്നെ ഭയങ്കര നീറ്റല, എങ്കിലും ആ ചൊറിയുന്ന നേരത്തൊരു സുഖമാണ്. അങ്ങനെ ചാരത്തിലിരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ ആകപ്പാടെ നമ്മുടെ മോഹമൊക്കെ വലിഞ്ഞ് മുറുകി കർക്കിടക മാസത്ത് പെയ്യാൻ വെമ്പി നിൽക്കുന്ന മഴമേഘം പോലെ ആയിപ്പോയതിന് മോഹമൊക്കെ. സ്വോത്രം. പക്ഷേ ഇയ്യോബിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കുകയെ എന്നെ പ്രകാശമെന്നറിയാമോ, എന്നെ പ്രത്യാശയാണെന്നറിയാമോ. നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യും? കൺവെൻഷൻ വന്നവരെല്ലാവരും കൂടെ, സംഘാടകരും പ്രസംഗം വന്ന് ഉപദേശിക്കും കേൾക്കാൻ വന്ന് നമുക്കെല്ലാം കൂടെ ഇയ്യോബിൻ്റെ ചാരക്കുഴിയുടെ വാക്ക് നിന്നുകൊണ്ട് ചോദിക്കുക, സർ താങ്കൾ ഈ ചാരത്തിനകത്ത് അസഹനീയമായ അവസ്ഥയിലാണെങ്കിലും മുഖത്തൊരു പ്രകാശമുണ്ടല്ലോ, കാര്യം എന്താ എന്നൊന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം മിടുക്കോടെ പറയും, ഐ നോ മൈ റെഡീമർ ലിവത്ത്. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്ന് എനിക്കറിയാം. അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന 10 കുഴിമാടങ്ങൾ എൻ്റെ മക്കളെയാണ്. എന്നെ ഇപ്പം തള്ളിപ്പറഞ്ഞിട്ട് പോയത് എൻ്റെ ഭാര്യയാണ്. അങ്ങ് അകന്നു മാറി നിൽക്കുന്നത് എൻ്റെ ശരീരത്തിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധം സഹിക്കവയ്യാതെ എൻ്റെ വേലക്കാരാണ്. എനിക്കെല്ലാം നഷ്ടമായി. കൽദയർ 10 കൂട്ടമായി വന്ന് എൻ്റെ ആടുമാട് മൃഗസമ്പത്ത് ഒട്ടകക്കൂട്ടങ്ങളെ കൊണ്ടുപോയി. എൻ്റെ ആട്ടിൻപറ്റം എല്ലാം നഷ്ടപ്പെട്ടു പോയി. എല്ലാവരും എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നു. പക്ഷെ എന്നാലും എനിക്ക് സങ്കടമില്ല. എൻ്റെ മുഖത്തെ പ്രകാശത്തിൻ്റെ കാരണം എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നുണ്ട്. ഞാൻ അവനെ ദേഹസഹിതനായി കാണും. ഈ പ്രത്യാശ അകത്തുള്ള വീണ്ടെടുപ്പുകാരനുമായി രമ്യതയുള്ളവൻ, വീണ്ടെടുപ്പുകാരനുമായി ആന്തരിക ബന്ധമുള്ളവന്റെ മുഖം പ്രകാശമാണ്. അവൻ വാടിക്കരിയത്തില്ലെന്ന്, അവൻ ഇല്ല 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 എന്ന് പറഞ്ഞ് നടക്കത്തില്ല. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്ക്. യെസ്, വീണ്ടെടുപ്പുകാരനെ കുറിച്ച് അവബോധമുള്ള അവൻ ആരാണോ, വീണ്ടെടുപ്പുകാരനെ കുറിച്ച് അവബോധമുള്ളവന്റെ വായിൽ നിന്ന് മാറിപ്പോകണം വേരോടെ. ഇല്ല 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 ഇല്ല. എന്തോ ചോദിച്ചാലും ഇല്ല. സുഖമുണ്ടോ? ഇല്ല. വല്ലതും കഴിച്ചോ? ഇല്ല. കാശുണ്ടോ? ഇല്ല. മക്കളാരെങ്കിലും വിളിച്ചോ? ഇല്ല. പാസ് ചെയ്ത് വഴി വന്നായിരുന്നോ? ഇല്ല. കൺവെൻഷൻ നടക്കുന്നുണ്ട്, വരുന്നോ? ഇല്ല. എന്നാ ചോദിച്ചാലും എന്തേ പറയുള്ളൂ?
ഇല്ലായ്മ പറയുന്നവൻ വീണ്ടെടുപ്പുകാരനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതാണ്. സ്തോത്രം. ഞാൻ പറയുന്നൊരു ഉദാഹരണമാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരമ്മച്ചി എന്തോ ചോദിച്ചാലും ഇല്ലെന്നേ പറയും. അമ്മച്ചിയെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടെന്ന് പറയിപ്പിക്കാൻ അവിടുത്തെ പയ്യനൊരു താല്പര്യം, അടുത്ത വീട്ടിലെ പയ്യൻ. ഇവൻ രാവിലെ സ്കൂളിലോട്ട് പോകുമ്പോൾ 4 ചോദ്യം കൊണ്ടാണ് വരും. അമ്മച്ചിയോട് ചോദിക്കും ഉണ്ടോ അമ്മച്ചി? അമ്മച്ചി പറയും ഇല്ല മോനെ. വൈകിട്ട് വരുമ്പോഴും അവൻ 4 ചോദ്യം റെഡിമെയ്ഡ് ഉണ്ടാക്കിക്കൊണ്ട് വരും. ചോദിക്കുമ്പോൾ അമ്മച്ചി പറയും ഇല്ല. ഈ തള്ളെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടെന്ന് പറയിപ്പിക്കണം. അത് അവൻ്റെ ഒരു താല്പര്യമായിരുന്നു. അവനൊരു ദിവസം വൈകിട്ട് സ്കൂളും വിട്ട് വരുമ്പോൾ ഇടിച്ചു കുത്തി മഴ പെയ്യുകയാണ്. ചോർന്നൊലിക്കുന്ന വീട്ടിനകത്ത് തളം കെട്ടി കിടക്കുന്ന വെള്ളം പ്ലാസ്റ്റിക് മഗ് കൊണ്ട് കോരി കളഞ്ഞുകൊണ്ടിരിക്കുക അമ്മച്ചി. ഇവൻ ചോദിച്ച ചോദ്യം, അമ്മച്ചി വീട് ചോരുന്നുണ്ടോ? എന്താ പറയണം? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? കാരണം അവൻ്റെ മുമ്പിൽ വെള്ളം വീണോണ്ടിരിക്കുക. ഇങ്ങനെ ഇവിടെങ്കിലും ഉണ്ട് മോനെ എന്ന് പറയുമെന്ന് വിചാരിച്ച് അവൻ ഇങ്ങനെ കേൾക്കാൻ, അമ്മച്ചിയുടെ വായിന്നൊരു ഇണ്ട വീഴുന്നത് കേൾക്കാൻ അവൻ ഇങ്ങനെ താല്പര്യത്തോടെ നിന്നപ്പോൾ അമ്മച്ചി പറഞ്ഞ എന്തോന്നറിയാം, എൻ്റെ മോനെ ചോർച്ച അല്ലാതെ ഒന്നും ഇല്ല. ഇല്ലായ്മ മാത്രം പറഞ്ഞങ്ങ് ശീലിച്ചു പോയാൽ അതിൻ്റെ അർത്ഥം വീണ്ടെടുപ്പുകാരനുമായിട്ട് നിനക്കൊരു ബന്ധവും ഇല്ലെന്നാണ് അതിൻ്റെ അർത്ഥം. ചാരത്തിൽ നിന്നെ ഉയർത്തുന്നൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി തരുന്നൊരു വീണ്ടെടുപ്പുകാരുണ്ട്. ആരോഗ്യമടക്കം വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? വിളിച്ചതവനാ, വിളിച്ചത് ആ വീണ്ടെടുപ്പുകാരനാ കേട്ടോ. വഴിയിലാക്കത്തില്ല. ആരുടെയെങ്കിലും മുമ്പിൽ നീ വെറുതെ തലയും കുനിച്ച് നിൽക്കേണ്ട വരത്തില്ലെന്ന് ഉപ്പൂറ്റി ഉറപ്പിച്ച് തന്നെ നിർത്തും. നട്ടല് വളയാതെ നിർത്തും. കാരണം അറിഞ്ഞതാരെയാ, വിളിച്ചതാരാ, നടത്തിയതാരാ, പുലർത്തിയതാരാ? അവന്റെ പേരാ വീണ്ടെടുപ്പുകാരൻ. 2023 എങ്ങനായിരുന്നു നമ്മൾ കണ്ടു. 24 ഇനി എങ്ങനെ ആകുമെന്ന് നമുക്കറിയില്ല. മനസ്സിലായോ? 23 എന്താ സംഭവിക്കാൻ നമുക്കറിയത്തില്ല. 23 കഴിഞ്ഞ് 24 തുടങ്ങിയ ഒരു കൺവെൻഷൻ വെച്ചാൽ നമ്മൾ എത്ര പേര് ഇതിനകത്ത് ഉണ്ടാകുമെന്ന് നമുക്കറിയത്തില്ല. അറിയില്ല. ഒത്തിരി അറിയായ്മയുണ്ടെങ്കിലും അതിനകത്ത് തിളക്കമുള്ളൊരു അറിവുണ്ട്. എന്നെ വിളിച്ചതാരാന്നറിയാം, എന്നെ നടത്തുന്നത് ആരാന്നറിയാം, 24ലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് ആരാന്ന് എനിക്ക് നല്ല അറിവുണ്ട്. ആ ബോധ്യമുള്ളവരെ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ച് ഓക്കെ മടങ്ങി വരാം. 14-ാം വാക്യത്തിൽ പറയുന്നത് വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു, അതാണ് അവന്റെ മഹത്വം. 15-ാം വാക്യത്തിൽ പറയുന്നത് ദൈവത്തിന്റെ പ്രതിമയായ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ദ എക്സാക്ട് ഇമേജ്. ദൈവം എന്താണോ അത് തന്നെയാണ് ക്രിസ്തു. ദൈവം തന്നെയാണ് ക്രിസ്തു. ക്രിസ്തു തന്നെയാണ് ദൈവം. ഏകസത്യ ദൈവം ക്രിസ്തുവാണ് എന്ന് നാം അറിയണം. അതാണ് 15-ാം വാക്യം. ക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ അനുഗ്രഹീതമായ ഔന്നത്യം വെളിപ്പെടുത്തുന്ന ഒരു വാക്യമാണ് ദ എക്സാക്ട് ഇമേജ്. ഇമേജ് എന്നൊക്കെ പറഞ്ഞ വെറുതെ പ്രതിമ, വെറുതെ വിഗ്രഹം എന്നുള്ളതല്ല. ദൈവം എന്താണോ അത് തന്നെയാണ് ക്രിസ്തു. ക്രിസ്തുവിന്റെ ദൈവത്വം മഹിമ വെളിപ്പെടുത്തുന്ന ഗംഭീരമായൊരു വേദശകലമാണ് 15-ാമത് വാക്യം. യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? യേശു സാധാ ഒരു ദൈവമാണെന്നല്ല, യേശുവാണ് ഏകസത്യ ദൈവം. പിതാവാം ദൈവമെന്നും പുത്രനാം ദൈവമെന്നും പരിശുദ്ധാത്മാവാം ദൈവമെന്നൊക്കെ 3ആയിട്ട് നമ്മൾ വേർതിരിച്ച് പറയുമ്പോൾ തത്വത്തിൽ സത്യത്തിൽ ഒന്ന് തന്നെയാണ്. മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനുള്ള ബന്ധത്തിലാണ് ഈ 3 അവസ്ഥാന്തരങ്ങളിൽ നിലകൊള്ളുന്നത്. ഒന്നായിരിക്കുമ്പോൾ തന്നെ 3ആണ്, 3ആയിരിക്കുമ്പോൾ തന്നെ 1ആണ്. മനസ്സിലായില്ലേ? ആ ഏകസത്യ ദൈവം തന്നെയാണ് ക്രിസ്തു. ക്രിസ്തുവിനെ ദൈവമെന്ന് കാണണം. പുതിയ നിയമത്തിലെ വിശ്വാസികളോട് ഞാൻ പറയാം, ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ വാക്യം തീത്തോസ് 2:13 തീത്തോസ് 2:13 മറക്കരുത്. യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ അതിപ്രധാനമായ ഒരു വിശകലനം തീത്തോസ് 2:12 മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ ക്രിസ്തു. അപ്പൊ യേശു എങ്ങനെയുള്ള ദൈവമാ? ഒന്ന് പറഞ്ഞ്, ഉറച്ചൊന്ന് പറഞ്ഞ്, നാട് കേൾക്കട്ടെ. നമ്മുടെ കർത്താവ് എങ്ങനെയുള്ള ദൈവം? ഒരു കുഞ്ഞു ദൈവമല്ലെന്ന്. ലോകത്തിൽ ഒത്തിരി ദൈവങ്ങളുള്ളപ്പോൾ അതിലൊരു കുഞ്ഞു ദൈവമല്ല യേശു. യേശു മഹാദൈവമാണ്. മഹാദൈവമായതുകൊണ്ട് അവനെ ആരാധിക്കണമെന്ന് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ എന്ത് ചെയ്യാവൂ? എത്ര പേർക്ക് ബോധ്യമുണ്ട്? വേറെ ഒന്നിനെയും ആരാധിക്കരുത്. നമിക്കാനും പ്രണമിക്കാനും കുമ്പിടാനും ഉദ്ദിഷ്ടകാര്യങ്ങളുടെ ലബ്ധിക്ക് വേണ്ടി ആശ്രയിക്കാനും വേറെ ഒന്നിൻ്റെ പുറകെ നീ പോകരുത്. കാരണം കർത്താവ് മഹാദൈവമാണ്. കയ്യിലുണ്ടായിരുന്ന സ്വോത്രാഴ്ചയിൽ 10 രൂപ അവിടെ ഇട്ടു. അമ്മയും കുഞ്ഞും കൂടെ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു സന്തോഷം. അമ്മയ്ക്ക് 10 രൂപ, കൊച്ചിന് ബിസ്ക്കറ്റ് വല്ലതും വാങ്ങിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് തിരിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ സകത കുന്തം കൊണ്ട് നിൽക്കുക, തന്നില്ല കൂത്തിക്കളയൊന്നും പറഞ്ഞ്. അപ്പോൾ അവിടെയും 10 രൂപ ഇട്ട്. ബാക്കി 10 രൂപയാണ് ഷെർജൻ പാസ്റ്റർ കൊണ്ടുവന്നത്. എൻ്റെ ആത്മീയത എവിടെയാവുമെന്നറിയാമോ? ഇതിനെയാണ് ആത്മീക വ്യഭിചാരമെന്ന് പറയുന്നത്. ഒരു വിഗ്രഹത്തിന് മുമ്പിലും നമിക്കരുത്. പെണ്ണിനെ ആരാധിക്കരുത്, ആണിനെ ആരാധിക്കരുത്, മണ്ണിനെ ആരാധിക്കരുത്, സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ ആരാധിക്കരുത്. യാതൊന്നിനെയും, കാട്ടുമൃഗങ്ങളെ, നാട്ടുമൃഗങ്ങളെ, പറവകളെ, പ്രാണികളെ ആരാധിക്കരുത്. ആവാഹനങ്ങളെ ആരാധിക്കരുത്, സങ്കല്പമൂർത്തികളെ ആരാധിക്കരുത്, ഭൂതപ്രേത പിശാചുക്കളെ ആരാധിക്കരുത്. പിന്നെ ഏതിനെ? മത്തായി 4:10 നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം
നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണമെന്നാണെങ്കിൽ അതിനകത്തൊരു ധ്വനി കൊണ്ടുവന്നേനെ. നിന്റെ ദൈവമായ കർത്താവിനെയും അങ്ങനെ ഉണ്ടായേനെ. പക്ഷെ അങ്ങനെ പ്രയോഗമില്ല. പറഞ്ഞിട്ടുള്ള നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ. ആ മാത്രത്തിൻ്റെ അടിയിൽ വര കൊടുക്കണം, പേപ്പർ കീറാതെ. എന്ന് പറഞ്ഞാൽ വേറൊന്നിനെയും, നിനക്ക് കോടികൾ തരാമെന്ന് പറഞ്ഞാൽ വേറൊന്നിൻ്റെ മുമ്പിൽ പ്രണമിക്കരുത്, എൻ്റെ കർത്താവിനെ മാത്രം. അതാണ് ബാബിലോണിലെ പയ്യന്മാർ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന ദൈവം ഞങ്ങളെ പിടിപ്പിച്ചാലും ബാക്കി പറ ഇല്ലെങ്കിലും. നമുക്ക് ചില നന്മ കിട്ടുമെന്ന് അറിയാമെങ്കിൽ ഒരു ചുവട് അങ്ങോട്ട് ചവിട്ടാനും ഒരു ചുവട് ഇങ്ങോട്ട് ചവിട്ടാനും ഒക്കെ നമുക്ക് താല്പര്യമാണ്. പക്ഷെ പയ്യന്മാർ പറയുന്നു പിടിവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ നമസ്കരിക്കത്തില്ല. ദുരാപ സമഭൂമിയിൽ നിർത്തിയിരിക്കുന്ന 60 മുഴം ഉയരമുള്ള തനി തങ്ക വിഗ്രഹത്തെ നമസ്കരിക്കാൻ ഞങ്ങളെ കിട്ടത്തില്ല മഹാരാജാവേ, അങ്ങ് ദീർഘായുസ്സായിരിക്കട്ടെ എന്നൊക്കെ ആദ്യം രാജകീയ ഭാഷയിൽ പറഞ്ഞു. രാജകീയ ഭാഷ അറിയാവോ? രാജകീയ ഭാഷയിൽ സംസാരിക്കണം. അല്ലാതെ രാജാവിനോട് കയറി ചുമ്മാതെ കയറി എന്നാ കൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ആകെപ്പാടെ വിശേഷത്തിലാവും. അപ്പം രാജാവിനോട് സംസാരിക്കുമ്പോൾ രാജകീയ ഭാഷയുണ്ട്. അത് ഈ പിള്ളേർക്ക് നന്നായിട്ട് അറിയാം, മനസ്സിലായോ? അതുകൊണ്ടാണ് രാജകീയ ഭാഷയിൽ തന്നെ മഹാരാജാവേ അങ്ങ് നീണാൾ വാഴട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പം രാജകീയ ഭാഷയിൽ മാന്യമായിട്ട് അവരുടെ വിശ്വാസത്തെക്കുറിച്ച് പ്രഖ്യാപനം ചെയ്ത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ രാജാവ് പിന്നെയും കയറി അങ്ങ് തോണ്ടുക. മനസ്സിലായില്ലേ? അല്ല ഇപ്പം അങ്ങോട്ട് ആരാധിച്ചില്ലെങ്കിൽ തമ്പുരു കിന്നരം വീണ മുജരമാതിയായത് മീട്ടുമ്പം വീണ് നമസ്കരിച്ചില്ലെങ്കിൽ 7 മടങ്ങ് വർദ്ധിപ്പിക്കും, പൊരിച്ചു കളയും, കരിച്ചു കളയും എന്നൊക്കെ പറഞ്ഞ് പിന്നെയും വിശ്വാസത്തെ കയറി തോണ്ടിയപ്പം രാജകീയ ഭാഷയൊക്കെ പിള്ളേർ മാറ്റിവെച്ചു. ഇതുവരെ പറഞ്ഞു അല്ലയോ മഹാരാജാവേ അങ്ങ് നീണാൾ വാഴട്ടെ. പിന്നെയും വിശ്വാസത്തെ കയറി തോണ്ടാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു അല്ലയോ നെബൂഖദ്നേസറേ. ലോകത്തിൽ രാജാവിനെ പേര് വിളിച്ച് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിഷേകത്തന്മാർ മാത്രമേ ഉള്ളൂ. അല്ലയോ നെബൂഖദ്നേസറേ, ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ നമസ്കരിക്കത്തില്ല. ഈ ഒരു അഭിഷേക ശാക്തി ഉണ്ടല്ലോ, ആരാധ്യൻ ആരാണെന്ന ബോധ്യമാ. ഇന്ന് രാത്രി അത് പ്രാപിച്ചിട്ട് നീ മടങ്ങാവൂ. നിർത്ത് വ്യർത്ഥമായ ആരാധന. അവിടെ ഇവിടെ കുമ്പിടുന്ന നിർത്ത്. അവിടെ ഓടി ഇവിടെ ഓടി ആ ടെന്റിലും ഈ ടെന്റിലും ആ പള്ളിയിലും ഈ പള്ളിയിലും പോയത് മതിയാക്ക്. എന്നിട്ട് വ്യവസ്ഥാപിതമായി ഉപദേശ സത്യങ്ങൾ ഉറച്ചു നിൽക്ക്. വീണ്ടെടുപ്പുകാരൻ നിന്നെ സഹായിക്കും. ആരാധ്യൻ അവൻ മാത്രം, കാരണം അവൻ മഹാദൈവമാണ്. ഹല്ലേലൂയ. യേശു എങ്ങനെയുള്ള ദൈവമാ? മഹാദൈവമാ. തീത്തോസ് 2:12 മറക്കരുത്. പിശാചി ഉമ്മ കാതിൽ വന്ന് കിന്നാരം പറയുമ്പം പിശാചെ കൊണ്ട് മാറി നിന്നേ യേശുവിൻ്റെ നാമത്തിൽ എന്ന് ചുമ്മാ ലാഘവമായിട്ട് പറയണം. കനപ്പിച്ച് മസിൽ പിടിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. യേശുവിൻ്റെ നാമത്തിൽ മാറി നിൽക്കും പിശാചി എന്ന് പറയണം. അങ്ങനെ പറയാനുള്ള ധൈര്യം എന്താണെന്നറിയാം? നമ്മൾ ഈ ശ്വാസിക്കുമ്പോഴത്തേക്ക് നാട് മുഴുവനും കിടുങ്ങി, വായിലെ ജലാംശം മുഴുവനും പുറത്ത് ചാടി ഭയങ്കര പെരുക മഴയൊക്കെ പെയ്ത് നമുക്ക് ശ്വാസിക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. യേശുവിൻ്റെ നാമത്തിൽ മാറി നിൽക്കും പിശാചി എന്ന് പറയാൻ കഴിയണം. അങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ ഈ കർത്താവുമായിട്ടുള്ള ആന്തരിക രമ്യതയാണ്. അല്ല ചുമ്മാ കയറി മാറെന്നൊന്നും പറയരുത്. മനസ്സിലാകുന്നുണ്ടോ? ചുമ്മാതെ കയറി മാറെന്ന് പറഞ്ഞാൽ പണ്ടൊരു ഉപദേശിക്ക് പറ്റിയ പോലെ ഇരിക്കും. ഉറഞ്ഞു തുള്ളി മുടിയടിച്ചിട്ട് പറന്ന് നിൽക്കുക, കസേരയൊക്കെ തട്ടിത്തെറിപ്പിച്ചൊരു സഹോദരി ഇങ്ങനെ ഉറഞ്ഞ്. ഇപ്പം അങ്ങനെയൊന്നും കാണാനില്ലല്ലേ? പണ്ടൊക്കെ കാത്തിരിപ്പിയാവും തുടങ്ങിയാൽ ഉടനെ ഉറഞ്ഞു തുള്ളി ഇറങ്ങുമായിരുന്നു. ഇപ്പം അങ്ങനെ എന്താ ദൈവദാസന്മാർ പറയാം, എന്താ അങ്ങനെ കാണാത്ത? പിശാച് വേണ്ട നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പോകുന്നതുകൊണ്ടാണോ അതോ എന്താണെന്നറിയത്തില്ല. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കത്തില്ല. പിശാച് ഇപ്പോൾ ഒത്തിരി മോഡേണായി. കാരണം ഇങ്ങനെ മുടി അടിച്ചിട്ട് ഉറഞ്ഞു തുള്ളി നോക്കിയാൽ നാണം കെട്ട പരിപാടി ആയതുകൊണ്ട് ആ പദ്ധതി എല്ലാം മാറ്റി വെച്ചിട്ട് പുള്ളി ടോർപ്പിഡോ വയ്ക്കുകയാണ്. ഇപ്പം നമുക്ക് പോലും മനസ്സിലാകാത്ത രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. മനസ്സിലായില്ലേ? അതാ എൻ്റെ വസ്തുത. അപ്പോൾ പണ്ട് ഒരു കാത്തിരിപ്പിയൊക്കെ തന്നെ വാറഞ്ഞു തുള്ളി ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കി, കസരയെല്ലാം മാറ്റി എല്ലാവരും ഇങ്ങനെ വട്ടത്തിൽ നിൽക്കുക. പുള്ളിക്കാരി നടുക്ക് നിന്ന് കളിക്കുകയാണ്, ഓണത്തിന് പശുവും പുലിയും കളിക്കുന്ന പോലെ. മനസ്സിലായില്ലേ? എല്ലാവരും ഇങ്ങനെ വട്ടം നിൽക്കുക. അപ്പോൾ ഗസ്റ്റ് പാസ്റ്റർ ഒരാളുണ്ട്. പുള്ളിക്കൊരു കൗതുകം തോന്നി, എല്ലാവരുടെയും മുമ്പിൽ തൻ്റേതായ സ്റ്റൈലൊന്ന് കാണിക്കാൻ വേണ്ടി. പുള്ളി എന്തോ എന്നറിയാം, പെട്ടെന്ന് അങ്ങോട്ട് പുള്ളിക്കാരുടെ അടുത്തോട്ട് ചെല്ലാൻ തുടങ്ങിയപ്പം സ്ഥലസഭ പാസ് യുബായി പിടിച്ച് വലിച്ചു നിർത്തി. പക്ഷേ അത് ഇച്ചിരി പ്രശ്നമുള്ള ഇടപാടാണ്. അതിപ്പോൾ ഇളക്കിയാൽ അതാകപ്പാടെ പ്രശ്നമാവും. ഇച്ചിരി കഴിയുമ്പോൾ അതങ്ങ് ശാന്തമായിക്കോളും. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ നാളെ പകലൊന്ന് കൂടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അന്നേരം മതി. അപ്പോൾ ഈ പുള്ളി തിരിഞ്ഞു നിന്നുകൊണ്ട് സ്ഥലസഭ പാസ് ശാസിച്ചിട്ട് പറഞ്ഞു, ഏയ് അതൊന്നും വേണ്ട, പിശാചിനെ ഇപ്പം തന്നെ ഇറക്കിയേക്കാന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു പുള്ളി. അതാണല്ലോ, ഇങ്ങോട്ട് പിടിച്ചാൽ വന്നില്ല പിന്നെ എന്ത് ചെയ്യാനേ പറ്റുള്ളൂ. പുള്ളി അങ്ങോട്ട് ചെന്ന് മുടിയൊക്കെ മുമ്പോട്ട് അഴിച്ചിട്ട് ഇങ്ങനെ ഒരുമാതിരി പരുവത്തിൽ ഇങ്ങനെ നിൽക്കുന്ന പിശാചിൻ്റെ അടുക്കലോട് ചെന്നു. നീ ആരാ, ഏതാ, എന്താ, എവിടുന്നാ, എന്തിനാന്നൊക്കെ 5-6 ചോദ്യം ഒറ്റയടിക്കൊരു പാക്കേജ് പോലെ അങ്ങോട്ട് ചോദിച്ചു. പിശാച് കുലുങ്ങിയത് പോലും ഇല്ല. പതിയെ മുടിയുടെ ഇങ്ങനെ അങ്ങോട്ട് മാറ്റിയിട്ട്
കാണാൻ ഇച്ചിരി വഴി ഉണ്ടാക്കി പുള്ളിയുടെ മുഖത്തോട് നോക്കി. ആ എന്നാ? അപ്പോൾ പുള്ളി ചോദിച്ചതാ നാട് മുഴുവനും കിടുങ്ങത്തക്ക രീതിയിലാണ് ചോദിച്ചത്. സാത്താൻ ശാന്തമായിട്ട് ചോദിച്ചു, ആ എന്നാ? അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി സംഗതി കുഴപ്പമാണ്. പുള്ളി പറഞ്ഞു, ഓ ചുമ്മാ ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. ആവശ്യമില്ലാത്ത ഒരു പണിക്കും പോകരുത്. ജീവിതം സൂക്ഷിച്ചോണം, സാക്ഷ്യം സൂക്ഷിച്ചോണം. നമ്മുടെ രാത്രികളും നമ്മുടെ പകലുകളും അറിയാവുന്നത് പിശാചിനും കൂടിയാണ്, ദൈവത്തിന് മാത്രമല്ല. നിൻ്റെ മൊബൈൽ ഫോണിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നും കൂടെ പിശാചിനറിയാം. നമ്മൾ ചിന്തിക്കുന്ന പാസ്വേഡ് നമുക്ക് മാത്രമേ അറിയാവുന്ന, നാട്ടിലെ സകല പിശാചിനും അറിയാം നിൻ്റെ പാസ്വേഡ് എന്തുവാണ്. ആരുമായിട്ടാണ് ഇടപാടെന്നുള്ളത് പിശാചിനറിയാം. എതുവഴിയാണ് വന്നത്, എതുവഴിയാണ് പോകുന്നതെന്ന് അറിയാം പിശാചിന്. ഇതൊക്കെ അറിയാവുന്ന പിശാചിനോട് ചുമ്മാ കയറി കളിക്കരുത്, നാണം കെട്ടുപോകും. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, മഹാദൈവമായവനുമായി ചേർന്ന് നിൽക്കണം. കർത്താവിൻ്റെ ശക്തി നമ്മിലേക്ക് വ്യാപരിപ്പിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഒരൊറ്റ വാക്ക് പറയുമ്പോൾ അന്ധകാര ശക്തി നമിക്കണം മുൻപിൽ. ആ വിധമായൊരു ശുശ്രൂഷയുടെ നടത്തിപ്പിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. 2024 കർത്താവ് നടത്താൻ പോകുന്ന വ്യത്യസ്തമായിട്ട് എത്ര പേര് ഏറ്റെടുക്കും? ഇന്ന് രാത്രി എത്ര പേര് ഏറ്റെടുക്കും? കർത്താവ് വ്യത്യസ്തമായ നിലയിൽ നടത്താൻ പോവുക. ആ കർത്താവിൻ്റെ മഹാദൈവത്വം ഒന്ന് ഏറ്റെടുത്താൽ മതി. ക്രിസ്തു മഹാദൈവമായവന്, മറന്നു പോകരുത്, മഹാദൈവമായവൻ, അവനെ മാത്രം ആരാധിക്കണം. കർത്താവുമായി മാത്രം ബന്ധം കൂടണം. കൊലോസ്യലേഖനം താഴോട്ടിങ്ങനെ പറയുമ്പോൾ 16-ാമത് വാക്യം സൃഷ്ടിതാവായ ക്രിസ്തു, 17-ാമത് വാക്യം മമ്മിമാരെ പപ്പമാരെ എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാം. ഷർജൻ പാസ്റ്ററിനോട് സമയം പറഞ്ഞതൊക്കെ തീർന്നുപോയി. അല്പം കൂടെ ഞാൻ ഒറ്റ വാക്യം കൂടെ പറഞ്ഞു, 17-ാം വാക്യം കൂടെ മാത്രം പറഞ്ഞ് നിർത്താം. 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ സർവ്വത്തിനും മുൻപേ ഉള്ളവൻ. ക്രിസ്തു ആരാ? നാട് കേൾക്കണം, ഇന്നലെ ഉണ്ടായതല്ല ക്രിസ്തു. ആരണ്ടെല്ലാം കൂടി ആരാധിച്ച് സ്വോത്രം പറഞ്ഞ് സ്തുതിച്ച് പുകഴ്ത്തി സ്തുതി എന്ന സിംഹാസനത്തിൽ കയറ്റിയിരുത്തിയപ്പോൾ ദൈവമായതല്ല യേശു. അവൻ മുൻപേ ഉള്ളവനാണ്. മുമ്പേ ഉണ്ടായവനല്ല, മുമ്പേ ഉണ്ടാക്കപ്പെട്ടവനുമല്ല, മുമ്പേ ഉള്ളവൻ. ഉള്ളവൻ എന്ന് പറയണമെങ്കിൽ ഉണ്മയായവൻ എന്നാണ് എൻ്റെ അർത്ഥം. മനസ്സിലായോ? ഉണ്ടായവൻ എന്ന് പറഞ്ഞാൽ ആരംഭമായി പോയി. ആരംഭമുള്ളതിനെല്ലാം അവസാനമുണ്ട്. ഉണ്ടാക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാലും ആരംഭമുണ്ട്, ആരംഭമായാൽ അവസാനമുണ്ട്. പക്ഷെ ഉള്ളവൻ എന്ന് പറഞ്ഞാൽ ആരംഭത്തിനതീതൻ. ആരംഭമില്ല, അവസാനമില്ല, ജനനമില്ല, മരണമില്ല, തുടക്കമില്ല, ഒടുക്കമില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ജയന്തിയില്ല, സമാധിയില്ല. അതാണ് എൻ്റെ കർത്താവ്. അങ്ങനെയാണെങ്കിൽ ആ കർത്താവിന് കൊടുക്കാൻ പറ്റുന്നൊരു പേര് അവൻ നിത്യനാണെന്നുള്ളതാണ്. ഇന്നലെ തുടങ്ങി നാളെ ഒടുങ്ങിയതല്ല. ബെത്ലഹേമിൽ തുടങ്ങി ഗോൽഗോഥായിൽ തീർന്നതല്ല എൻ്റെ യേശു. ബെത്ലഹേമിന് മുൻപേ എൻ്റെ കർത്താവ് ഉണ്ട്. ഗോൽഗോഥായ്ക്ക് ശേഷവും എൻ്റെ യേശുവുണ്ട്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഓ ഹല്ലേലൂയ! ബെത്ലഹേമിൽ തുടങ്ങിയ ഒരു യേശുവിനെയാണ് ക്രിസ്മസ് വിളക്കും ഇവിടുത്തെ വിപണനശാലയൊക്കെ കാണിക്കുന്നതെങ്കിൽ അതിന് മുൻപേ ഉള്ള ഒരു യേശുവുമായിട്ടാണ് നമുക്ക് ബന്ധം. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? അതിന് മുൻപേ ഉള്ളവൻ. ഹല്ലേലൂയ! സത്യദൈവത്തിൻ്റെ തിരുവവതാരമാണ് ബെത്ലഹേമിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ അതിന് മുൻപേ അവൻ മഹാദൈവമായിട്ട് തന്നെ ഉണ്ട്. സകലത്തെയും സൃഷ്ടി ചെയ്തവൻ, സകലവും അവൻ മുഖാന്തരം അവനായിട്ട് അവൻ നിമിത്തമുണ്ടായി എന്നാണ് 16-ാം വാക്യത്തിലുള്ളത്. അതുകൊണ്ട് അവൻ മുൻപേ ഉള്ളവനാണ്. 17-ാം വാക്യത്തിൽ പറയുന്നവൻ മുൻപേ ഉള്ളവൻ. മമ്മിമാര് കേൾക്കണം, പപ്പാമാര് കേൾക്കണം. അതിനൊരു ചിന്തയാണ്. 17-ാം വാക്യത്തിൽ 2-ാം ഭാഗം, അവൻ സർവത്തിനും ആധാരമായവൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എല്ലാറ്റിനും ആധാരമായവൻ. പ്രസ്ഥാനത്തിൻ്റെ ആധാരം കർത്താവാ, അല്ലാതെ അമേരിക്ക എന്ന് വരുന്ന പണമല്ല. നമ്മുടെ ആധാരം, നമ്മുടെ ആരോഗ്യത്തിൻ്റെ ആധാരം കർത്താവാണ്, അല്ല നമ്മുടെ കുടുംബ ഡോക്ടർ അല്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിംസിലും കിംസിലും മിംസിലും ഒക്കെ സ്ഥിരം സന്ദർശകരാകാം, കുഴപ്പമില്ല, പൊയ്ക്കൂ. പക്ഷെ നിന്റെ ആരോഗ്യം, നിന്റെ യൂട്രസിൻ്റെ, കിഡ്നിയുടെ, കരൾ വീക്കത്തിൻ്റെ, തലച്ചോറിൻ്റെ, ഹാർട്ടിൻ്റെ, വാൽവിൻ്റെ ഒക്കെ ആധാരം കർത്താവിൻ്റെ കയ്യിലാന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കാൻ എത്ര പേർക്ക് കഴിയും? പ്രൈസ് ദ ലോർഡ്. ഉണ്ടാക്കുന്ന പണം മുഴുവനും ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ വ്യവസായിയുടെ കീശയിലേക്ക് കൊണ്ടു കൊടുക്കാതെ മുഴങ്കാലമടക്കി പ്രാർത്ഥിക്കാനിരുന്നാൽ ശത്രു നിന്റെ മുമ്പിൽ വീഴുന്ന കൂട്ടത്തിൽ രോഗബന്ധനങ്ങൾ അടിഞ്ഞു മാറിപ്പോകാൻ ഇടയാകും. മനസ്സിലായില്ലേ? വിടുതൽ രോഗസൗഖ്യത്തിലൂടെ പ്രാപിക്കാനിടയാകണം. രോഗശാന്തി വിശ്വസിച്ച് തുടങ്ങിയതാണ് കേരളത്തിലെ പെന്തക്കോസ്ത് ചരിത്രം എന്നുള്ളത് മറന്നു പോകരുത്. അടിപ്പിണരുകളാൽ സൗഖ്യം വരുത്തിയിരിക്കുന്ന വാക്യം മാത്രം പോരാ. രോഗശയ്യയിൽ അവൻ എനിക്ക് സഹായകനാണെന്ന് പാടിയ മാത്രം പോരാ. ആ സൗഖ്യം നാം ഏറ്റെടുക്കുവാനിടയാകണം. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ആരോഗ്യത്തിൻ്റെ ആധാരം
ആധാരം, നമ്മുടെ ആഹാരത്തിൻ്റെ ആധാരം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? കർത്താവിനെ സത്യമായി, വിശുദ്ധമായി, വിശ്വസ്തമായി, വിശ്വാസമായി സേവിച്ചാൽ നിന്റെ തലമുറ അന്യാധീനപ്പെടത്തില്ല. വിഭാവന ചെയ്യുന്നതിനേക്കാൾ ഉന്നതമായ പദവിയിലേക്ക്, ഭാഗ്യത്തിലേക്ക്, ശുശ്രൂഷയിലേക്ക്, റെസ്പെക്റ്റീവ് പൊസിഷനിലേക്ക് കർത്താവ് ഉയർത്തിക്കൊണ്ടുവരുമെന്ന് ഞാൻ ഇന്ന് രാത്രി വേദിയിൽ നിന്ന് പറയുന്നതിന് വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ എത്ര പേർക്ക് കഴിയും? നാളുകളായി നീ ചുമന്നു നടന്ന വേദപുസ്തകത്തെ ചുമന്നുകൊണ്ടിറങ്ങാൻ വീട്ടിലൊരു കുരുന്നില്ലെന്നോർത്ത് വേവലാതിപ്പെടേണ്ട. തലമുറകളിൽ ചിലരെ ദൈവം ഇത് ഏൽപ്പിക്കുക തന്നെ ചെയ്യും. തലമുറകളിൽ ചിലര് നിന്റെ സാമ്പത്തിക ബാധ്യത നീക്കാനായി ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ട് വരും. എന്നും അരാജകത്വത്തിൻ്റെ നാൾ വഴിയിലൂടെയല്ല. അവരെ വളർത്തി വലുതാക്കാൻ പാടുപെട്ടതും തൊഴിലുറപ്പിന് പോയതും വല്ലവൻ്റെയും അടിമപ്പണി ചെയ്തതൊക്കെ കർത്താവ് കണ്ടിട്ടുണ്ട്. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം അതല്ല ഒരുക്കുന്നത്, അതിനപ്പുറത്തൊരു വിശാലമായ വഴിത്താരയുണ്ട്. എത്ര മമ്മിമാർ ഏറ്റെടുക്കും വിശാലതയിലേക്ക് നിന്റെ തലമുറയെ കൊണ്ടുവരുവാൻ, അവരെ ഉന്നതമായ പദവിയിലേക്ക് ഉയർത്താൻ കർത്താവിന് കഴിയും. കാരണം ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. ആധാരം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം, അനുഗ്രഹത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, ആയുസിൻ്റെ, ആഹാരത്തിൻ്റെ, ശുശ്രൂഷയുടെ, ഭാവിയുടെ, പ്രസ്ഥാനത്തിൻ്റെ, ശുശ്രൂഷിക്കുന്ന സഭയുടെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. അത് നാട്ടിലെ സുവിശേഷ വിരോധികളുടെ കയ്യിലല്ല, ഇവിടുത്തെ ഗവൺമെന്റിന്റെ കയ്യിലല്ല. സഭയുടെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞാൽ ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കാൻ എത്ര പേർക്ക് കഴിയും? ഇങ്ങനെ താഴോട്ട് പഠിച്ചു പോയാൽ ക്രിസ്തുവിന്റെ മഹത്വം അതിശ്രേഷ്ഠമാണ്. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിക്കാട്ടെ. ബുക്കും പുസ്തകവും പേനയും എല്ലാം ആ കസേരയിലേക്കൊന്ന് മാറ്റിവെച്ചിട്ട് ധൈര്യത്തോടെ ചാടിയൊന്ന് എഴുന്നേറ്റ് നിന്നേ ദൈവസന്നദ്ധയിൽ. കൊയർ മുൻപോട്ട് വരുന്നു, പാട്ടിന്റെ ചില ശരണങ്ങൾ പാടുന്നു. അവരൊന്ന് സജ്ജമാകട്ടെ. പക്ഷെ അതുവരെ കേട്ട വചനത്തിന് മുൻപാകെ തങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. ഈ സന്ദേശത്തിന്റെ അവസാനം എത്തിയിട്ട് ഞാൻ നിർത്തുകയല്ല. സമയമധികം മുൻപിലില്ലാത്തത് കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാൻ നിർബന്ധിതമാകുമ്പോൾ ഇതുവരെ കേട്ട ക്രിസ്തുവിനെ കുറിച്ചൊന്ന് ആരാധിച്ച് തുടങ്ങി. അതെ പോകല്ലേ, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആ ബെൽ ബട്ടണും കൂടെ അമർത്തിക്കോണേ. താങ്ക് യു.